الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على خير خلقه سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم اجعل خطبتي خطبة مؤثرة في قلبي وفي قلوب الناس يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق
فقد بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. है नजर में जमाले हबीबे खुदा उनको तस्वीर सीने में मौजूद है नजर में जमाले हबीबे खुदा उनको तस्वीर सीने में मौजूद है. मोहम्मद मदीने में मौजूद है जिसने लाकर सलाम इलाहिया. मोहम्मद मदीने में मौजूद है. मोहम्मद मदीने में मौजूद है. वो अबू बकर फारूक उस्मान अली वो के जीवे मदीने बखरी. वो अबू बकर फारूक उस्मान अली वो के जीवे मदीने बखरी. वो बखरी हो अफसर शहे अंबिया. वो बखरी हो अफसर शहे अंबिया. वो शहंशाह मदीने में मौजूद है. वो मुहम्मद मदीने में मौजूद है. नजर में जमाले हबीबे खुदा उनको तस्वीर सीने में मौजूद है जिसने लाकर सलाम इलाहिया. वो मुहम्मद मदीने में मौजूद है. वो शहंशाह मदीने में मौजूद है. अल्लाह सुब्हानहु व तआला ഈ വിശുദ്ധമായ ലിസാനത്തിന്റെ രീതിയിൽ സദസ്സിലും സന്നിഹിതരാകുന്ന വിശ്വാസികൾ ഈ സദസ്സിൽ ഭക്തിപരമായ പ്രാർത്ഥനയോടുകൂടി തുടക്കം കൊടുത്ത ബഹുമാനനായ സാധവനായ കുറഞ്ഞ വാക്കുകളിലൂടെ അതിമഹത്തായ സന്ദേശങ്ങൾ നൽകി മഹത്തായ സദസ്സിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മഹല്ല് ഖത്തീബ്, സദസ്സിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റ് മഹല്ല് ഭാരവാഹികൾ, വിനീതനെ ശ്രമിക്കുന്ന ബഹുമാന്യരായ കാരണവന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കാലഘട്ടത്തിന്റെ ആവശ്യകതകളെ അടുത്തറിഞ്ഞുകൊണ്ട് തൗഹീദിനെ മുറുകെപ്പിടിച്ചും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ അംഗീകരിക്കും ദീനുൽ ഇസ്ലാമിന്റെ മുബാറക്കായ ദഅവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും ജിഹാദിന്റെ പടത്തുകളോടെ ഒരു സമരോത്സുക ജീവിതത്തിലെ സജ്ജരായിക്കൊണ്ട് ഇസ്ലാമിന്റെ കർമ്മസരണിയിലേക്ക് കർമ്മോത്സുകരായി കടന്നുവരേണ്ടുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, കൊച്ചനുജന്മാരെ, കുഞ്ഞനുജന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഈ നിമിഷം വരെയും നമ്മിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങളും
കാരുണ്യവാനായ തമ്പുരാൻ വിട്ടുപുറത്തും മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മണ്ണറകളിൽ കഴിയുന്ന നമ്മുടെ മുൻഗാമികൾ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബങ്ങളിലും മിത്രാദികൾ ഉൾപ്പെടെ എല്ലാ വിശ്വാസിനികൾക്കും പടച്ച തമ്പുരാൻ അവരുടെ മക്കളർക്കും മദർശനർക്കും കലിഞ്ഞകളുണ്ട്. ആ കബറിടങ്ങളെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം നേരിടുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ പ്രശ്നങ്ങളെയും നാഥനായ തമ്പുരാൻ എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു വരുമാറാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിരപരാധികളായി നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന കാരാഗൃഹങ്ങളിൽ കഴിയുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നാഥനായ തമ്പുരാൻ മോചനം നൽകുമാറാകട്ടെ. അവരുടെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ പടച്ചവൻ നമ്മെ പങ്കാളികളാക്കുകയും ആ പ്രവർത്തനങ്ങളെല്ലാം പരിപൂർണമായും സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖലാഖോടെ ആഫിയത്തോടെ സംസാരിക്കുവാൻ വിനീതരും കേൾക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിലുപരി പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയ വിശാലതയോടെ കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും പരിവർത്തനമുണ്ടാക്കുവാനും കടന്നുകൊണ്ടവരാണ് നമുക്ക് തോന്നിപ്പ് നൽകുമാറാകട്ടെ. ഇനി തന്നെ ശബ്ദം ശ്രദ്ധിക്കുന്ന മറ്റിതര സമുദായങ്ങളിലെ സഹോദരങ്ങൾക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സ്നേഹോഷ്മള അഭിവാദ്യങ്ങൾ നേരുകയാണ്. സത്യത്തിലേക്കും സ്വർഗത്തിലേക്കും സമാധാനത്തിലേക്കും വഴികാട്ടുന്ന ദീനുൽ ഇസ്ലാമിന്റെ സമുന്നത സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ഈ ഒരു വിജ്ഞാന സദസ്സിലേക്ക് മാനവ സൗഹാർദ്ദത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സർവേശ്വരനും കരുണാമയനും ജഗന്നിയുണ്ടാവുന്ന ഏകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്മാർഗം കാട്ടിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖലകളിലും ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന ചില നായകന്മാരും നേതാക്കന്മാരും കലാരംഗങ്ങളിലായാലും കായിക രംഗങ്ങളിലായാലും രാഷ്ട്രീയ രംഗങ്ങളിലായാലും തങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങളുടെ ഓരോ നായകന്മാർ എല്ലാവർക്കുമുണ്ട്. വിശിഷ്യ യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കായിക രംഗങ്ങളിൽ ഇഷ്ടപ്പെടുന്ന നായകന്മാർ ഓരോ ദിവസവും കായിക രംഗങ്ങളിലുള്ള അവരുടെ പുരോഗതിയെ പറ്റി അറിയുവാനും അവരുടെ വിജയ പരാജയങ്ങളെ പറ്റി അറിയുവാനും അവരുടെ ബോഡി ഫിറ്റ്നസിനെ പറ്റി പോലും അറിയുവാനും താല്പര്യപൂർവ്വം ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട് യുവതി യുവാക്കൾ. കായിക രംഗത്തുള്ള തങ്ങളുടെ ഇഷ്ടനായകന്മാരുടെ ഫോട്ടോകൾ പോലും തങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്ന കൂടുതൽ സമയം ചെലവഴിക്കുന്ന പ്രൈവറ്റ് ബെഡ്റൂമിന്റെ ഭിത്തികളിൽ പോലും ആ നായകന്മാരുടെ ചിത്രങ്ങൾ പതിക്കാറുണ്ട്. കലാരംഗങ്ങളിൽ ഇഷ്ടപ്പെടുന്ന നായികന്മാർ സിനിമകളിലൂടെയും മറ്റുമൊക്കെ യുവാക്കളുടെ ഹൃദയം കവർന്ന നായകന്മാരും നായികമാരുമുണ്ട്. മൊബൈൽ ഫോണിന്റെ വാൾപേപ്പറിൽ അവരുടെ ഫോട്ടോ ആയിരിക്കാം. അവരുടെ ഏതെങ്കിലും ഒരു പുതിയ സിനിമ റിലീസായാൽ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ആ സിനിമ കാണണമെന്ന് പോലും വാശി പിടിച്ചുകൊണ്ട് തങ്ങളുടെ ആരാധനാപാത്രങ്ങളായ നായകന്മാരെ ജീവനക്കാരെ സ്നേഹിക്കാറുണ്ട് യുവതി യുവാക്കൾ. എത്രത്തോളം എന്നാൽ അവരെ പോലെ തങ്ങളുടെ വേഷഭൂഷാദികൾ മാറ്റുവാനും അവരെ പോലെ ഹെയർ സ്റ്റൈൽ മാറ്റുവാനും അവരെ പോലെ വസ്ത്രധാരണം നടത്തുവാനും ജീവിതത്തിന്റെ ഓരോ അനക്കമടങ്ങുകളും തങ്ങൾ ഇഷ്ടപ്പെടുന്ന തങ്ങളുടെ നായകനെ പോലെ നായികയെ പോലെയാക്കുവാൻ വിശിഷ്യ യുവതി യുവാക്കളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയ രംഗത്തെ നായകന്മാർക്ക് ഏതെങ്കിലും പരിസരങ്ങളിലെങ്ങാനും ആ രാഷ്ട്രീയ നായകന്മാർ പ്രഭാഷണങ്ങൾക്കോ പൊതുപരിപാടികൾക്കോ വരുമോ എന്നറിഞ്ഞാൽ മണിക്കൂറുകൾക്ക് മുമ്പ് വാഹനം എടുത്തുകൊണ്ട് അവിടേക്ക് തീർപ്പാഞ്ഞിരുന്ന യുവാക്കൾ തങ്ങളുടെ ഇഷ്ട രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരെ ഒന്ന് കാണാൻ
അവരുടെ തീപ്പൊരുവാറുന്ന പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും ഒന്ന് കേൾക്കാൻ, അവരുടേതായ അഭിപ്രായങ്ങൾക്കും പ്രസ്താവനകൾക്കും പിന്തുണ പ്രകടിപ്പിക്കാൻ അതീവ താല്പര്യത്തോടുകൂടി ഓടി നടക്കാറുണ്ട് യുവതിയുവാണ്. ഇങ്ങനെ ഏത് മേഖലകളിൽ എടുത്താലും നാം സ്നേഹിക്കുന്ന നമ്മുടെ ചില നായകന്മാരുണ്ട്. പക്ഷേ മനസാക്ഷിയോടെ നാം ഒന്ന് ചോദിക്കുക, ഈ നായകന്മാരെ നാം സ്നേഹിക്കുമ്പോൾ അവരെ ഒന്ന് കാണാനും അവരെ കണ്ടൊന്ന് ഫോട്ടോ എടുക്കാനും പറ്റുമെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുവാനും അവരോടൊപ്പം അല്പം സമയം ചെലവഴിക്കുവാനുമൊക്കെ ഇഷ്ടനായകന്മാരുടെ അടുക്കലേക്ക് ഓടിയെത്തുന്ന യുവതിയുവാക്കൾ എന്ന ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരങ്ങളൊന്ന് ചിന്തിക്കണം. നാം ഈ നായകന്മാരെ ജീവനക്കാളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ നായകന്മാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ അവരെ ഒന്ന് കാണാൻ കൊതിക്കുന്നത് പോലെ അവർ നമ്മളെ ഒന്ന് കാണാൻ കൊതിക്കുന്നുണ്ടോ? അവരോട് നമുക്ക് സംസാരിക്കാൻ കൊതിയുള്ളതുപോലെ നമ്മോടൊന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ബോളിവുഡിലെ കിങ് ഖാനായിരുന്ന ഷാറൂഖ് ഖാന്റെ 50ാമത് ജന്മദിന ആഘോഷം നടത്തപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ 50ാമത് ബർത്ത്ഡേ ആഘോഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്തുകൊണ്ട് ഇഷ്ടനായകന്റെ ജന്മദിനം ആഘോഷിക്കാൻ നൂറുകണക്കിന് ആരാധകർ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും തമ്പടിക്കുകയാണ്. രാത്രി നിശബ്ദതയിൽ 12 മണിക്ക് കേക്ക് മുറിക്കുവാനും പടക്കം വെട്ടുവാനും ആഘോഷത്തിന്റെ ആനന്ദം നിർത്തന്തമിട്ടാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആരാധകർ കിങ് ഖാൻ ഷാറൂഖ് ഖാന്റെ വീടിന് ചുറ്റും വന്നു നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് അത്രത്തോളം ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ആരാധകർ അവിടെ കടന്നു വന്നപ്പോൾ അവിടെ അദ്ദേഹം ചെയ്തതെന്താണ്? 12 മണി കഴിഞ്ഞു തന്റെ വീട്ടുകാരോടൊപ്പം കേക്ക് മുറിച്ചിട്ട് അല്പസമയം കഴിഞ്ഞ് ഷാറൂഖ് ഖാൻ പുറത്തേക്ക് വന്നു. മണിക്കൂറുകളോളം യാത്ര ചെയ്തു വന്ന ആരാധകരെ നോക്കി ഇന്ന് കടി ഉയർത്തി കാണിച്ചു. 1 മിനിറ്റ് പോലും അവർക്ക് വേണ്ടി അയാൾ ചെലവഴിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കുകയും ഇതിനെ സ്നേഹം എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഈ നായകന്മാർക്കൊക്കെ തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരാധകരോട് സ്നേഹമുണ്ടോ? സിനിമാ താരങ്ങൾ എവിടെയെങ്കിലും കലയുടെ സാധനത്തിന് വരുന്നെന്ന് പറഞ്ഞാൽ, ഷൂട്ടിങ്ങിന്റെ ഭാഗമായി വരുന്നെന്ന് പറഞ്ഞാൽ യുവാക്കളൊന്ന് പോകും, പറ്റുമെങ്കിലൊന്ന് കാണണം. പറ്റുമെങ്കിൽ ഒരു ഒപ്പുവാങ്ങിൽ സെൽഫി എടുക്കലാണ്. പറ്റുമെങ്കിൽ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് തൊടണം. തൊടാൻ പറ്റിയെങ്കിൽ തൊട്ടവരെങ്കിലും ഒന്ന് തൊടണം. ഇങ്ങനെ ഓടിച്ചെല്ലാണ്ട് നമ്മളെ ചിന്തിക്കണം. താല്പര്യപൂർവ്വം ഇഷ്ടത്തോടുകൂടി ഇവരുടെക്കിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഒരുപക്ഷെ അംഗരക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള അതികൂലമായ മറുതലോടും ഒത്തുവാക്കുകളും കേട്ടുകൊണ്ട് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നതെങ്കിൽ നാം ചിന്തിക്കുക, നാം സ്നേഹിക്കുന്ന നമ്മുടെ നായകന്മാർ അവർ നമ്മെ സ്നേഹിക്കുന്ന നായകന്മാരാണോ? നമ്മുടെ ഏതെങ്കിലും ഒരു പ്രശ്നം അവരുടെ പ്രശ്നമായി മാറുന്നുണ്ടോ? നമുക്കൊരു വേദന വന്നാൽ അത് അവരുടെ വേദനയാകുന്നുണ്ടോ? നമുക്ക് വേണ്ടി അവർ ഒരിക്കലെങ്കിലും കണ്ണീർ ഒഴിച്ചിട്ടുണ്ടോ? നമ്മുടെ പേരിൽ അവർ ഒരിക്കലെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? അവിടെയാണ് സഹോദരങ്ങളെ തിരിച്ചറിയേണ്ടത്. അവയെ തിരിച്ചു കിട്ടാത്ത സ്നേഹം അത് വിലമതിക്കപ്പെടുന്ന സ്നേഹമല്ല. തിരിച്ചു നൽകപ്പെടാത്ത സ്നേഹം അത് വിലമതിക്കുന്നതായ സ്നേഹമല്ല. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടതെന്ന് നമ്മുടെ ഭാര്യരാജ നമ്മളോട് സ്നേഹമുള്ള, നമ്മളോട് അനുകമ്പയുള്ള, നമ്മളോട് അത്യാവശ്യമുള്ള, നമ്മുടെ വിഷമമുണ്ടാക്കുന്ന നമ്മുടെ ഭാര്യരാജ, നമുക്ക് വേണ്ടി പട്ടികകളെന്ന നമ്മുടെ ഭാര്യരാജ തിരിച്ചറിയേണ്ടുന്നതുണ്ട്. നമുക്ക് വേണ്ടി കണ്ണീരൊഴിച്ച നമ്മുടെ പ്രിയപ്പെട്ട നായകരാജ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ധാരാളം കൂടുന്നതെല്ലാം ഇഷ്ടപ്പെടുന്ന സിനിമാ സമുദായന്മാരുടെ കൂട്ടൽ തകർത്ത തൊഴുത്തുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടി ചാൻസുകൾ അസോസിയേഷൻ ഉണ്ടാക്കുന്ന ചെറുപ്പക്കാര, നീ സ്നേഹിക്കുന്നതിന്റെ നായകന്റെ പ്രിയപ്പെട്ട നായകൻ നിന്നോട് ആ നായകൻ സ്നേഹമുണ്ടോ? പോലെ രാഷ്ട്രീയ വേലാളന്മാർക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്ന ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മെ സ്നേഹിച്ച നമ്മുടെ നായകനാര, നമ്മളോട് സ്നേഹമുള്ള നായകൻ, നമ്മളോട് അനുകമ്പയുള്ള നായകൻ, നമ്മുടെ ബന്ധങ്ങളിൽ കണ്ണീർ
ഒരുക്കിയ നായകൻ, നമുക്ക് വേണ്ടി ഊണുറക്കവുമില്ലാതെ കഷ്ടപ്പെട്ട നമ്മുടെ നായകൻ, ആ നായകനാരാണെന്ന് തിരിച്ചറിയത്, ആ നായകനെ സ്നേഹിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. ആ നായകനെ അംഗീകരിക്കുവാൻ, ആ നായകനെ അനുസരിക്കുവാൻ, ആ നായകനെ അനുസരിക്കുവാൻ, അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ നായകനാരാ? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം. ലോകത്തുള്ള സർവകോടി മനുഷ്യ മക്കൾക്കും സത്യത്തിന്റെ സന്മാർഗത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശവുമായി സർവലോക സംരക്ഷകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്നും അവതീർണമായ ആ ഖുർആൻ നിങ്ങളെ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിലേക്ക് വന്ന ദൂതരുണ്ടല്ലോ, നിങ്ങളിലേക്ക് സത്യദീനിന്റെ ദൂതനും ദൂതുമായി വന്ന അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട പ്രവാചകരെ അല്ലാഹു പരിചയപ്പെടുത്തുന്നതെങ്ങനെയാ? ആ ഹബീബിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാ. ആ പ്രവാചകരാരെന്നറിയുമോ? അസീസുൻ അലൈഹി മാ അൻതും അസീസുൻ അലൈഹി മാ അൻതും. അദ്ദേഹം നിങ്ങളൊന്ന് വേദനിച്ചാൽ വേദനിക്കുന്നതായ നിങ്ങളുടെ നായകനാ, നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രയാസപ്പെടുന്ന നിങ്ങളുടെ നായകനാ, നിങ്ങളുടെ കാലുകൾക്ക് കണ്ണീരെടുക്കുന്ന നിങ്ങളുടെ നായകനാ, നിങ്ങൾ ഓർത്തുകൊണ്ട് ഊണുമുഖത്ത് ഒഴിച്ച നിങ്ങളുടെ നായകനാ. ആരെപ്പറ്റിയാണ് എന്റെ സഹോദരങ്ങളെ സഹോദരി പറയുന്നത്? നിന്റെ സൂപ്പർസ്റ്റാർ മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, ദുൽഖർസൽമാനെ പറ്റിയല്ല പൊന്നുമോനെ പറയുന്നത്, ഫുട്ബോൾ താരങ്ങളെ പറ്റിയല്ല പൊന്നുമോനെ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി അല്ലാഹു പറയുകയാ. നിങ്ങളുടെ പ്രിയപ്പെട്ട ദൂതരുണ്ടല്ലോ, നിങ്ങളുടെ നായകൻ, അതേ അസീസുൻ അലൈഹി മാ അൻതും, നിങ്ങളുടെ കാര്യമോട്ട് വിഷമിക്കുന്ന നായകനാ. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ, നിങ്ങൾക്കൊരു വിഷമമുണ്ടായാൽ, അതിന്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ നായകനെ നിങ്ങൾ അറിയുക എന്ന് മാത്രമല്ല, ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, സത്യത്തിന്റെ വക്താക്കളായ നിങ്ങളുടെ മേൽ ആഗ്രഹമുള്ള നിങ്ങളുടെ നായകനെ നിങ്ങൾ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളോട് സ്നേഹമുള്ള, നിങ്ങളോട് കരുണയുള്ള, നിങ്ങളോട് അനുകമ്പയുള്ള നിങ്ങളുടെ നായകനെ നിങ്ങൾ തിരിച്ചറിയുക. അതേ നമ്മൾ സ്നേഹിച്ച നമ്മുടെ നായകനായ, അത് നമ്മുടെ സിനിമാ തമ്പുരാക്കന്മാരല്ല, അത് നമ്മുടെ രാഷ്ട്രീയമായ നേതാക്കന്മാരല്ല, അത് നമ്മുടെ കായിക രംഗത്ത് ക്രിക്കറ്റ് താരങ്ങളല്ല, ഫുട്ബോൾ താരങ്ങളല്ല, പിന്നെയോ നമ്മെ സ്നേഹിച്ച നമ്മുടെ ഒരേയൊരു നായകൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയോ? ഈ സ്നേഹത്തിന് അല്ലാഹു പോലും ഇടപെടേണ്ടി വന്നില്ലേ? ഹബീബായ റസൂൽ ഈ ഉമ്മത്തിനെ സ്നേഹിച്ചെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികള് ആ പ്രിയപ്പെട്ട പ്രവാചകരെ സ്നേഹിച്ചെങ്കിൽ, ആ സ്നേഹത്തിന് അല്ലാഹുവിനെ പോലും ഇടപെടേണ്ടി വന്നില്ലയോ? അല്ലാഹുവിനെ പോലും ഇടപെടേണ്ടി വന്നില്ലയോ? യാ അയ്യുഹർ റസൂൽ أبلغ ما أنزل إليك من ربك فإن لم تفعل فما بلغت رسالته. ഒരിക്കൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനെ നോക്കിയിട്ട് പറഞ്ഞ പ്രവാചകനെ, യാ അയ്യുഹർ റസൂൽ, അല്ലയോ എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ, അല്ലയോ എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ, താങ്കളുടെ നാഥൻ താങ്കളിലേക്ക് എന്തൊക്കെ അവതരിപ്പിച്ചു തന്നോ അതൊക്കെ ജനങ്ങൾക്ക് താങ്കൾ എത്തിക്കപ്പെടുത്തുക. അല്ലാതെ ഏതൊക്കെ കാര്യങ്ങളാണോ താങ്കൾ അറിയിച്ചു തന്നത് അതെല്ലാം താങ്കൾ ജനങ്ങൾക്ക് എത്തിക്കപ്പെടുത്തുക ഹബീബ്, അതെല്ലാം ജനങ്ങൾക്ക് താങ്കൾ അറിയിച്ചു കൊടുക്കണം ഹബീബ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഹബീബെ അറിഞ്ഞുകൊള്ളുക, അങ്ങനെ താങ്കൾക്ക് ഞാൻ അറിയിച്ചു തന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കപ്പെടുത്തുന്ന വിഷയത്തിൽ ഏതെങ്കിലും വീഴ്ച വന്നു പോയാൽ, എവിടെയെങ്കിലും താങ്കൾ ആ കാര്യത്തിന് ഉത്സാഹത്തോടെ കാണിച്ചു പോയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ശിക്ഷയച്ചതായ ദൗത്യ നിർവഹണം താങ്കൾ പൂർത്തീകരിച്ചില്ല
അതുകൊണ്ട് താങ്കളുടെ ജനങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുക, അതുകൊണ്ട് താങ്കളുടെ ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. മഹാനായ പ്രവാചകരോട് ഒരിക്കലും താക്കീതിന്റെ ശബ്ദത്തിൽ പോലും പടച്ചവനെ പറയേണ്ടി വന്നെങ്കിലോ അതേമായ റസൂലല്ലാഹുവിനെ ഒരിക്കലും ധിക്കരിച്ചിട്ടില്ലല്ലോ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അവഗണിച്ചു കളഞ്ഞില്ലല്ലോ. അയ്യോ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രവാചകരുടെ മക്കയുടെ മദീനയുടെ പടരായുധങ്ങളെ തമിഴ്ത്തുകൊണ്ട് ഓരോ വീരാന്തരം ഖേറിറങ്ങിക്കൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യപ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ ഓരോ ആളുകളിലേക്കും പോയി അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ സഹോദരങ്ങളെ എല്ലാവരും ആ ഉൾക്കൊള്ളുന്നില്ല. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നത്, അല്ലാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അങ്ങനെ അവസ്ഥ വന്നപ്പോ ഹബീബായും വിഷമിച്ചു പോകുകയാ, റസൂലുള്ളാഹിതങ്ങളെ വിഷമിച്ചു പോകുകയാ. എത്രത്തോളം എന്നാൽ ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ട് പ്രവാചകർക്ക് ഭക്ഷണം കഴിക്കാൻ നേരമില്ല, പ്രവാചകർക്ക് വിശ്രമിക്കാൻ നേരമില്ല, പ്രവാചകർക്കൊന്നും ഉറങ്ങാൻ പോലും മനസ്സ് വരുന്നില്ല. പ്രിയപ്പെട്ട സമുദായത്തെ ഓർത്തിട്ട് എന്നെയും നിങ്ങളെയും ഓർത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വന്തം ശരീരത്തെ പോലും ശ്രദ്ധിക്കാതെ കഴിഞ്ഞുകൂടിയപ്പോ അല്ലാഹു ഇടപെടുകയാ, ഹബീബേ, എന്റെ പ്രിയപ്പെട്ട ഹബീബേ, ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇൻ ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, താങ്കൾ പറയുന്നവർ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ പേരിൽ, അവരതാർത്ഥ വിശ്വാസികളാകുന്നില്ല എന്നതിന്റെ പേരിൽ, അവരെ വിസ്തരിക്കുന്നില്ല എന്നതിന്റെ പേരിൽ, അവർ മോമുഹിക്കുന്നില്ല എന്നതിന്റെ പേരിൽ, അവരെ കണ്ടുകൊടുക്കുന്നതിന്റെ പേരിൽ, അവരെ വിസ്തരിക്കുന്നതിന്റെ പേരിൽ, അവരെ പരിസരന്നതിന്റെ പേരിൽ അവരൊന്നും താങ്കൾ പറയുന്നത് ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടു സ്വന്തം ശരീരത്തെ പോലും ശ്രദ്ധിക്കാതെ പോയോ നബിയേ. ഈ ശരീരം നശിക്കാറായി ഹബീബേ, താങ്കളുടെ ശരീരം ജീവിക്കുന്നു ഹബീബേ, വേണ്ട ഹബീബേ, വേണ്ട ഹബീബേ, വേണ്ട ഹബീബേ, ഇത്രയും വേണ്ട ഹബീബേ, ഇത്രയും വേണ്ട ഹബീബേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പോലും നമ്മളോടുള്ള സ്നേഹത്തിന് പ്രവാചക പുണ്യവരെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു പോലും ഇടപെടേണ്ടി വന്നില്ലയോ? നമ്മൾ ചിന്തിക്കണം ആ ഒരവസ്ഥ. ഈ ഉമ്മത്തിനോട് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ലോക ജനതയുടെ അവസ്ഥ ഓർത്തുകൊണ്ട് പ്രവാചക പുണ്യവർക്ക് വിശ്രമമില്ല, ഉറക്കമില്ല, ഊണില്ല, സമാധാനമില്ലാതെ അല്ലാഹു കഴിക്കും. എന്തിന്റെ പേരിൽ? ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യുകൂനൂ മുഅ്മിനീൻ. അവരൊന്നും യഥാർത്ഥ ഈമാനുള്ളവരാവുന്നില്ല, അദർശനമായ വിശ്വാസമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, കള്ളും വിളിച്ച് പെണ്ണും വിളിച്ച് പലിശ നിന്ന് ജീവിക്കാണല്ലോ പടർന്നവനെ എന്നോർത്തിട്ട് അല്ലാഹുവിനെ വിഷമിച്ച് ആ ശരീരം തന്നെ നശിക്കാനായി അല്ലാഹു ഉറപ്പ് വേണ്ടല്ല. ഇത്രയും സ്നേഹിച്ചതാണ്, ഇത്രത്തോളം ഈ സമുദായത്തെ ഇഷ്ടപ്പെട്ടവൻ ലോകത്തിനെ സ്നേഹിച്ച ആരുണ്ട്? ഏത് നായകനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? പ്രവാചകൻ പറഞ്ഞില്ലേ, അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഭയപ്പെടുത്തലുകൾക്ക് ഞാൻ വിധേയനാകപ്പെട്ടു, ഒരുപാട് പേടിപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ലോകത്തിലും നായകനും ഒരു കാര്യത്തിലും അത്രയും ഭയപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. ലോകത്തിലും നായകൻ അത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തിനാ ലോക സമൂഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അറിയണം, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം, വീരുള്ളിച്ചിതാവിലേക്ക് എടുക്കണം. അതിനുവേണ്ടി ആ പ്രവാചകനെ കഷ്ടതകൾ അനുഭവിച്ചത്. ഞാനിത് പറയുമ്പോൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അറിയുക, അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ പ്രവാചകരെ കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പൊതുവെ ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. അല്ലാഹ് എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളുടെ ദൈവമാണല്ല, നമ്മുടെയൊക്കെ ഒരു ധാരണയാണ്. പ്രിയപ്പെട്ട പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ
മുസ്ലിങ്ങളുടെ പ്രവാചകനാണ് മുഹമ്മദ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണ് ഖുർആൻ. നമ്മൾ പോലും അങ്ങനെ കരുതിപ്പോയി. നമ്മൾ ചിന്തിക്കണം, ഒരു മുസ്ലിം ഇങ്ങനെ ചിന്തിച്ചു പോയാൽ ഒന്നുകൂടെ തെരുവുള്ള മുസ്ലിമാണ്. അള്ളാന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവമൊന്നുമില്ല. ഇവിടെ തിരിച്ചറിയാം. അള്ളാന്ന് പറഞ്ഞാൽ മുസ്ലിം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഖുർആൻ എന്ന് പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വ ലോകത്തിനെയും സംരക്ഷിക്കുന്ന അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. മുസ്ലിങ്ങളുടെ മാത്രം രക്ഷിതാവെന്നാണോ ഖുർആൻ പറഞ്ഞത്? അല്ല, സർവ്വ ലോകങ്ങളെ. മുസൽമാനെ സൃഷ്ടിച്ചതുമല്ല, ഹിന്ദുവിനെ സൃഷ്ടിച്ചതുമല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചതുമല്ല. നമ്മൾ അള്ളാഹു എന്ന് അറബി പദം ഉപയോഗിച്ച് പറയുന്നു. അതാ അവിടെ നമ്മൾ അറിയേണ്ടത്. അള്ളാഹുവിനെ നാം പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ലോകത്തിന്റെ സൃഷ്ടാവാണ്, ലോകത്തിന്റെ സംവിധായകനാണ്, ലോകത്തിന്റെ സംരക്ഷകനാണ്. അവനാണ് പ്രശ്നമ്പരാൻ, പ്രസ്താവ് അവനാണ്, പരിപാലകൻ അവനാണ്, നിഗ്രഹിക്കുന്നതും അവൻ തന്നെയാ. ഈ ഒരു തിരിച്ചറിവ് ഈ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പ്രവാചകൻ ആർക്ക്? മുസ്ലിങ്ങളെ വീട്ടിട്ടുള്ളതാണോ അള്ളാഹിനെ പറ്റി പറഞ്ഞേ? അല്ല, എല്ലാ മനുഷ്യരുടെയും പ്രവാചക പുങ്കവർ മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനൊന്നുമല്ല. സർവ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് പ്രവാചകനെ ഞാൻ താങ്കളായത്. സർവ മനുഷ്യർക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പ്രവാചക പുങ്കവന്റെ ജീവിതം മുസ്ലിമീങ്ങൾ മാത്രമല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന ഹിന്ദു സഹോദരനുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കണം. ആരായിരുന്നു പ്രവാചകൻ? ക്രൈസ്തവ സഹോദരനുണ്ടെങ്കിൽ പഠിക്കണം. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രം പഠിക്കാനും പാരായണം ചെയ്യാനുമുള്ളതല്ല. പിന്നെയോ സർവ ജനങ്ങൾക്കും അതിൽ സന്മാർഗമുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുമ്പോ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഹേ ഹൈന്ദവ സഹോദര, നിനക്കുമുള്ളതാണ് ഖുർആൻ. ഹേ ക്രൈസ്തവ സഹോദര, നിനക്കുമുള്ളതാണ് ഖുർആൻ. ആ ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരം സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പ്രവാചകർ. സർവ മനുഷ്യരുടെയും വഴികാട്ടിയായ ഖുർആനിനെ പരിചയപ്പെടുത്തി പ്രവാചകർ. സർവ മനുഷ്യരുടെ ജീവിത വിജയത്തിന് വിധാനമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പ്രവാചകർ. ആ മാർഗത്തിൽ പ്രവാചകർ കഷ്ടപ്പെട്ടു. ലോകത്തിലും മനുഷ്യനും അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ ജനങ്ങളും രക്ഷപ്പെടണം, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം, എല്ലാ മനുഷ്യരും സ്വർഗത്തിലേക്ക് കിടക്കണം, നരകാവകാശിയാകരുത്. അള്ളാന്റെ ഹബീബ് അത്രത്തോളം ഈ സമുദായത്തെ സ്നേഹിച്ചു. വേറെ ആരുണ്ട് നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ചവർ? നമുക്കറിയോ, മക്കയുടെ മണലാരുണ്യത്തിലൂടെ വീട് വീടാന്തരം കയറിയിറങ്ങി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പുണ്യ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുബാറക്കായ ദഅവത്തിന്റെ പരിശ്രമവുമായി അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു പോകുമ്പോൾ ഉഖബത്തുബ്നെ അബീ മുഈസ് എന്ന പേരുള്ള ഭയങ്കരനായ ഒരു മനുഷ്യൻ വന്നിട്ട് അവന്റെ കയ്യിലിരുന്ന കട്ടിയുള്ള പരിവരത്ത ഒരു പുതപ്പ് ഇങ്ങനെ പ്രവാചക പുങ്കവരുടെ കയ്യിലേക്ക് ഇട്ടു. സുമ്മജതബഹുജുദൻസില്ല, രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു മുറുക്കി. റസൂലുള്ളാഹിന്റെ കണ്ണുകൾ തെള്ളി, മാവ് പുറത്തേക്ക് വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ പിടിവിടുമ്പോ അള്ളാന്റെ ഹബീബ് മുട്ടുകുത്തി മൂക്കുകുത്തി മക്കയുടെ മരുമണ്ണിൽ കവിഴ്ന്നു വീണു. സഹാബാക്കൾ വിചാരിച്ചു റസൂലുള്ളാഹി തങ്ങളും മരണപ്പെട്ടു പോയെന്ന്. അത്രത്തോളം വേദന അനുഭവിക്കുന്നു. നമുക്കറിയല്ലോ, അള്ളാഹുവിന്റെ റസൂല് സുജൂദിൽ കിടക്കുമ്പോൾ, നിസ്കാരത്തിനിടയിൽ സാഷ്ടാംഗം പ്രകടനം നടക്കുമ്പോൾ പ്രവാചക പുങ്കവരുടെ തലയിലേക്ക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തലയിലേക്ക്, പ്രിയപ്പെട്ട പ്രവാചകരുടെ തലയിലേക്ക് ദിവസങ്ങളോളം പഴക്കമുള്ള തീയറിഞ്ഞ മാറുന്ന ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ട പൊന്നുമോട് ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു അൻഹ വന്നത് പറഞ്ഞു മാറ്റിയിട്ട് അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, ഇത്രയും കഷ്ടപ്പെടുന്നതിന്റെ അവസ്ഥ, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നതിന്റെ അവസ്ഥ ഈ ജനങ്ങളിൽ സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട, അവർ ഈമാനുള്ളവരായില്ലെങ്കിൽ വേണ്ട, അവർ അള്ളാഹുവിനെ അറിഞ്ഞില്ലെങ്കിൽ വേണ്ട, അവർ ഇസ്ലാമിനെ അറിഞ്ഞില്ലെങ്കിൽ വേണ്ട, അവർ ഖുർആനെ അറിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഇതൊന്നും നിർത്തിക്കൂടാ. പ്രിയപ്പെട്ട പൊന്നുമോട് ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പൊന്നുമോളെ ഫാത്തിമ, പറ്റില്ല പൊന്നുമോളെ, നിന്റെ ഉപ്പാക്ക് നിർത്താൻ പറ്റില്ല. സൂര്യൻ ഉദിക്കുമ്പോ എവിടെയൊക്കെ പ്രകാശകിരണങ്ങൾ കഴിക്കുമോ അവിടെയൊക്കെ ഉപ്പാന്റെ ദൗത്യമെത്തണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ എവിടെയൊക്കെ ഇതിൽ ഫലിക്കുമോ അവിടെയൊക്കെ ഉപ്പാന്റെ ദൗത്യമെത്തണം. എല്ലാ തുതിലുകളിലേക്കും പ്രധാനങ്ങളിലേക്കും ആരാണ് ആരാധിക്കപ്പെടേണ്ട ദൈവം എന്നുള്ള സന്ദേശം എത്തിച്ചേരണം പൊന്നുമോളെ ഫാത്തിമ. അതുകൊണ്ട് ഇതിങ്ങനെ ഏതെങ്കിലുമൊക്കെ എതിർപ്പുകളുടെ കീഴിൽ നിർത്തിക്കളയാൻ വേണ്ടി ഉപ്പാക്ക് പറ്റില്ല. ഞാനും നിങ്ങളുമൊക്കെ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ നാഥനാദിയൊന്ന് തിരിച്ചറിഞ്ഞ് അവനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി
അള്ളാഹുവിന്റെ പ്രവാചകനെ വിവരിച്ച കഷ്ടപ്പാടാണ്. നമ്മൾ ചിന്തിച്ചോക്കെ, നാം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മായകൻ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് വേണ്ടി ആരെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അഭിപ്രായ കൂലിങ്ങനെ കഷ്ടപ്പെട്ടു. അതെ, ഒരാളെങ്കിലും അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടി പ്രവാചകൻ ജീവിച്ചു. പ്രത്യേകം വന്ന സമുദായത്തിന്റെ അവസ്ഥയെന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ കാര്യങ്ങളോട് താല്പര്യമില്ല, ഈമാനികമായ വിഷയങ്ങളോട് താല്പര്യമില്ല. ഇന്നലെയോ മൊബൈൽ ഫോണുകളിലോ വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ട്വിറ്ററിലൂടെയോ പരിചയപ്പെട്ട ആളുകളോടോ പെണ്ണിനോടോ ഒപ്പം നിറഞ്ഞിപ്പോകാൻ യാതൊരുവിധ മടിയുമില്ലാത്ത രീതിയിൽ ഈ സമൂഹവും അതേ സമൂഹത്തിലുള്ള സമുദായ അംഗങ്ങൾ അടപ്പൊടിച്ചു പോയിട്ടുണ്ട് എങ്കിൽ 18 മിനിറ്റ് ജീവനക്കാളേറെ പേരെടുത്ത് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉപ്പയോടും ഉമ്മയോടും ഒപ്പമുള്ള ജീവിതമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഇന്നലെ പരിചയപ്പെട്ടവരോടൊപ്പമുള്ള ജീവിതം മതി. എനിക്ക് ഇന്നലെ പരിചയപ്പെട്ടവരോടൊപ്പമുള്ള ജീവിതം മതി. മതമൂല്യങ്ങളോട് പോലും താല്പര്യമില്ലാതെ ഇസ്ലാമിനെ പോലും മനുഷ്യറിഞ്ഞിട്ട് ആളുകളെയോ പ്രതികൂലികളിൽ വീണിട്ട് ഈ മാന്യമായ ആവേശത്തെ കിടന്നു കൊടുത്തിട്ട് ആളുകളെയോ സ്നേഹത്തിന്റെ പേരിൽ ഓടിച്ചോടി പോകുന്ന എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ അറിയുക, ഓരോരുത്തരും മുസ്ലിമായി ജീവിക്കാൻ പ്രവാചകമുള്ളവൻ അനുഭവിച്ച ത്യാഗങ്ങളും വേദനകളും യാതനകളും നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രമല്ല, ഇപ്രകാരം അപകടകരമായ ഒരു അവസ്ഥ ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും കണ്ടില്ല എന്ന മടിച്ച്, ഇതൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിലും പാർട്ടിയുടെ പേരിലും പ്രസ്ഥാനത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും കൊടിയുടെ പേരിലും നേതാവിന്റെ പേരിലും ഗ്രൂപ്പിന്റെ പേരിലും ആദർശത്തിന്റെ പേരിലും തമ്മിലടിച്ചുകൊണ്ട് സമുദായത്തിൽ ആവശ്യമില്ലാത്ത ചർച്ചയാണല്ലാതെ ഈമാനിൽ നിന്നും അകന്നു പോകുന്ന ഈ യുവതി യുവാക്കളെ ഈമാനിനെ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? അവിടെയാണ് നാം അറിയേണ്ടത്. നമ്മെ സ്നേഹിച്ച നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ അറിയേണ്ടത്. അറിവുകളോ സഹോദരങ്ങളെ, മഹാനായ പുണ്യപ്രവാചകർ സായുധന്റെ പരിപാലനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. അവിടേക്ക് അവിടെയുള്ള പ്രവാചകന്മാരോട് രാഷ്ട്രീയ വേയാളന്മാരോട് ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ അവരൊക്കെ മനസ്സിലാക്കി മുഹമ്മദ് പറയും ഇസ്ലാമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഉൾക്കൊണ്ടാൽ പിന്നെ ഞങ്ങളുടെ സ്ഥാനമാനങ്ങളെ തകർന്നു പോകുന്നതാ, ഞങ്ങളുടെ പ്രമാണിത്വം നശിച്ചു പോകുന്നതാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ നബിയെ അവർ ആട്ടി യോജിക്കുകയാ. മുഹമ്മദ് മുഹമ്മദ് നിന്നല്ലാതെ വേറെ ആരെയും പരസ്പര പ്രവാചകനാക്കാൻ കിട്ടിയില്ലയോ? അല്ലാഹുവിന്റെ നബിയെ ആക്ഷേപിച്ചവർക്ക് വിടുകയാ. പ്രിയപ്പെട്ട പ്രവാചകൻ സാഹിബിലുള്ള പൊതുജനങ്ങളിലേക്ക് അല്ലാഹുവിനെപ്പറ്റി പരിചയപ്പെടുത്താൻ, ഇസ്ലാമിനെപ്പറ്റി പരിചയപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെടുകയാ. എന്നാൽ സഹോദരങ്ങള് ആ ക്വാളിറ്റിയുള്ള ജനങ്ങളെ സ്വീകരിക്കുന്നില്ല, അവിടെയുള്ള ജനങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. ഇന്നലെ സത്യവീതിന്റെ പ്രവാചകമായി വന്ന പ്രവാചകർ ആ നാട്ടിലുള്ള ജനങ്ങൾ കല്ലെറിയാൻ തുടങ്ങുകയാ. അവരിങ്ങനെ വഴിവട്ടുകളിലൂടെ പ്രവാചകനെ കല്ലെറിയുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ സംഭവിക്കുകയാ. പ്രിയപ്പെട്ട പ്രവാചകന്റെ ശരീരത്തിലെ തൊഴിലുകയാ. രക്തം താഴെയാഴുകയാ. മാംസം കഷണമായി ജീവിച്ചിടുകയാ. അങ്ങനെ പാലിച്ചിലുള്ള ജനങ്ങളെ പ്രിയപ്പെട്ട പ്രവാചകനെ കല്ലെറിയുമ്പോ അതേ മദീനയിലെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ, മക്കയിലെ പൂർവ്വനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹുഅലൈഹിവസല്ലം സഹിക്കാൻ പറ്റാതെ സാഹിബിന്റെ തെരുവോരങ്ങളിലൂടെ ഓടുകയാ. കിലോമീറ്ററോളം പ്രിയപ്പെട്ട പ്രവാചകർ ഓടുകയാ. സഹിക്കാൻ പറ്റാതെ ക്ഷീണം സഹിക്കാൻ പറ്റാതെ ഒരു മുള്ളിന് തോട്ടത്തിൽ വിശ്രമിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ ചുതച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ മഹാരായ അമ്ലാക്ക് വിശുദ്ധമാരാധയായ ജില്ലയിൽ കടന്നു വന്ന് സമാജക പൊന്നവനോട് പറയുന്നയാളെ അവസരന്റെ തള്ളാഹു ഓടിച്ചിരിക്കുന്നത് അള്ളാഹു ഓടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകര് എന്നോടൊപ്പം ഭഗവതത്തിന്റെ ഉത്തരവാദിത്തമല്ല മാരാതെ പടച്ചതമ്പുരാനെത്തിരിക്കുകയാ ഹബീബ്. അതുകൊണ്ട് ഹബീബ് സത്യജീവിന്റെ പ്രബോധനം നടത്തിയ താങ്കളുടെ മുഖത്തേക്ക് താഴ്ത്തിച്ചു നിർത്തിയ താങ്കളുടെ ശരീരത്തിന് കല്ലുകൾ
കല്ലെറിഞ്ഞോടിച്ച ഈ സ്വാമിപ്രവാസികൾ ആ കാണുന്ന രണ്ട് പർവ്വതങ്ങൾക്കിടയിലോട്ട് അവരെ ഞെരിച്ചു കൊല്ലാതെ ഹബീബ് താങ്കളും സമ്മതം മൂടിയാണ് പ്രവാചകനെ നബിയെ താങ്കളും സമ്മതം മൂടിയാണ് ആ ജനങ്ങളെല്ലാം ഞെരിച്ചു കൊണ്ടുകളെല്ലാം പ്രിയപ്പെട്ട പ്രവാചകന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ റസൂലുള്ളാഹി തന്റെ ശരീരത്തിന്റെ വേദന നടക്കുകയാ അള്ളാഹുവിന്റെ ഹബീബ് ശരീരത്തിന്റെ ക്ഷീണം നടക്കുകയാ പ്രിയപ്പെട്ട പ്രവാചകന് കാരുണ്യത്തിന്റെ കണ്ണീർ ഒഴിച്ചിട്ടുണ്ട് അള്ളാഹു റബ്ബുൽ മുന്നിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്നെ അക്രമിച്ചവരെ വർദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവരെ കൊണ്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവരെ അറിഞ്ഞു അറിഞ്ഞ കുലാബിഹിം മയ്യഅ്ബുദുല്ലാഹ അസ്സ വജല്ല വഹ്ദാ ലാ യുശ്രികു ബിഹി ശൈആ ഇന്നയോട് ആരാധിക്കുന്നത് ഈ ജനങ്ങളെന്നെ സ്വീകരിച്ചില്ല എങ്കിൽ ഇവരെന്നെ കല്ലെറിഞ്ഞോടിച്ചെങ്കിൽ എനിക്ക് പരാതിയില്ല ഇവരെന്നെ പ്രവർത്തിക്കും വെച്ചിയെങ്കിൽ എനിക്ക് പരാതിയില്ല ഇവരെന്നെ അപമാനിച്ചെങ്കിൽ ഉപദ്രവിച്ചെങ്കിൽ എനിക്ക് പരാതിയില്ല പകർച്ചവര് ഞാൻ നിന്നോട് ആഗ്രഹം വെക്കുകയാ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഇവര് മുസ്ലിമായില്ല എങ്കിലും ഇവരെ ഒരാളെങ്കിലും അംഗീകരിച്ചില്ല എങ്കിലും പകർച്ചവര് ഇവരെ സന്താന പരമ്പരകളിൽ നിന്നെങ്കിലും ഒരാളെങ്കിലും ഒന്ന് മുസ്ലിമാകണമെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല അതാണ് ഞാൻ കൊതിച്ചു പോകുന്നത് അല്ല ഒന്ന് ചിന്തിച്ചു നോക്കണേ ഒരാളെങ്കിലും ഈമാനുള്ളതാകണമെങ്കിൽ ഈ കല്ലെറിയ വേദന ഞാൻ കൊതിച്ചുവല്ല ഈ ശരീരത്തിന്റെ മുഴുവൻ ഞാൻ മറന്നുവല്ല ഒരാളെങ്കിലും ഈമാനനുസരിച്ച് ജീവിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് ഒരാളെങ്കിലും ഈമാനോടുകൂടി ജീവിക്കുന്നതിന്റെ പേര് ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചെങ്കിൽ പ്രേമത്തിന്റെ പേര് ഈമാനിൽ നിന്നും ഒഴിച്ചോടുന്ന മുസ്ലിം സഹോദരങ്ങള് അതേ അള്ളാഹുറപ്പിനെ അവതരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകനെ അവതരിച്ചറിഞ്ഞുകൊണ്ട് പ്രേമത്തിന്റെ പേര് സ്വാമത്തിന്റെ വികാരങ്ങൾ ചേർത്താൽ ഈമാനെ അവതരിച്ചറിഞ്ഞുകൊടുന്ന ചെറുപ്പക്കാര് ഒന്ന് ചിന്തിക്കത് നിന്നെപ്പോലെ ഒരാളെങ്കിലും ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ ത്യാഗങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ അനുഭവിച്ച നമ്മെ സേവിച്ച നമ്മുടെ മഹാനായ മുഹമ്മദ് മുസ്തഫ ആരുടെ നമ്മൾ വേദനയും പ്രവാചകർ മറന്നു വേണ്ട ഇവരെ ഒന്നും നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവർക്കില്ലായെങ്കിലും ഇവരുടെ സന്താന പരമ്പരയെങ്കിലും ഒരാളെങ്കിലും മുസ്ലിമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാ പ്രവർത്തകരെ ഇനി എനിക്ക് അതൊന്നും സാധിക്കുന്നു ഒരാൾ ഈമാനിൽ നിന്നാൽ അള്ളാഹുവിന്റെ സകല വേദനകളും മറക്കുക ഇത്രയ്ക്കും പ്രവാചകത്തിന്റെ ഈ സമുദായത്തിൽ നമ്മൾ ചിന്തിക്കണം അന്ന് തട്ടീപ്പു എന്ന പേരുള്ള ഒരു ഗോത്രക്കാരാണ് പ്രവാചകനെ കല്ലെറിഞ്ഞു കൊടുത്തത് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രവാചകരെ കല്ലെറിയുള്ളത് നമുക്കറിയോ ഇന്ത്യ രാജ്യത്തിൽ ഇസ്ലാം പ്രചരിക്കപ്പെടുന്നതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഉണ്ടായത് രണ്ട് കാരണം ഒന്ന് നമുക്കറിയാം മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു സംഘവും കൊടുങ്ങല്ലൂരിലും ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ നടത്തി രണ്ടാമത് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം പ്രചാരിക്കപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് പണ്ട് ഈ രാജ്യം ഭരിച്ചിരുന്ന താഹിർ എന്ന പേരുള്ള ഭയങ്കരനായ ഒരു രാജാവുണ്ട് പൊതുജനത്തെയെല്ലാം കഷ്ടപ്പെടുത്തി പൊതുജനത്തിന്റെ സമ്പത്തൊക്കെ പിടിച്ചു വെച്ചിട്ട് അധികാരം നടത്തിയ ഒരു രാജാവ് അങ്ങനെ രാജാക്കന്മാർ പണ്ടേ ഉണ്ടായിരുന്നു ജനങ്ങളെ കഷ്ടപ്പെടുത്തി അധികാരത്തിലേറിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടി അധികാരം നടത്തുന്ന ഭരണാധികാരി അയാള് ഇന്ത്യ രാജ്യത്തിന്റെ അടുത്തൂടെ കടലിലൂടെ ഹജ്ജിന് പോകുന്ന കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പൽ യാത്രക്കാരെ പിടിച്ചു കൊള്ളയടിച്ചു പെണ്ണുങ്ങളെ അടിമകളാക്കി ആണുങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞു ഇതറിഞ്ഞിട്ട് ഈ രാജ്യത്തെ ദാഹിർ എന്ന ഭീകരനായ രാജാവിൽ നിന്ന് മോചിപ്പിക്കാൻ വെറും 16 വയസ്സുള്ള ഒരു പടത്തലവൻ തന്റെ സൈന്യവുമായി ഇന്ത്യയിലേക്ക് കടന്നു വന്നു എത്ര വയസ്സാ 16 വയസ്സുള്ള പടത്തലവൻ മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം അൽ-സഖഫി റഹ്മത്തുള്ളാഹി അലൈഹി ഏത് ഗോത്രക്കാരനാ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞോട്ടിച്ച തഖീഫ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് ആ പിൻഗാമികളിൽപ്പെട്ട ആളാണ് അന്ന് കടന്നു വന്ന 16 വയസ്സുള്ള പടത്തലവൻ മഹാനായ മുഹമ്മദ് ബിൻ ഖാസിം അൽ-സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നു രാജാവിനെ കൊലപ്പെടുത്തി ജനങ്ങൾക്ക് സ്വതന്ത്രമായ ജീവിതം കൊടുത്തു
ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഹബീബ് കണ്ണീരുടെ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെട്ടുവെങ്കിൽ ആ പ്രവാചകനോട് നമുക്ക് ഈ സ്നേഹമുണ്ടോ? ആ പ്രവാചകനോടുള്ള സ്നേഹം നമുക്ക് എത്രത്തോളം ഉണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ എത്രത്തോളം സ്നേഹിച്ചു, പീഡനങ്ങളും യാതനകളും അനുഭവിച്ചു, നമുക്ക് സ്നേഹമുണ്ടോ? നമുക്ക് തിരിച്ച് സ്നേഹമുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണം. സമുദായത്തിന്റെ അവസ്ഥ എത്രത്തോളം അധപതനത്തിലേക്ക് പോയി. പ്രവാചക പുണ്യവർ സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചപ്പോൾ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചപ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് പണം കിട്ടുമോ? റസൂലിനെ ഉപേക്ഷിക്കാൻ നമുക്ക് മടിയില്ല. പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന പലിശായെന്ന് പറയുന്ന സാമ്പത്തിക സമ്പ്രദായം അത് വിശുദ്ധമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. കാരണം അത് പാവപ്പെട്ടവനെ കഷ്ടപ്പെടുത്തുന്ന സമ്പ്രദായമാണ്. അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ നിലനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രവാചക പുണ്യവനെ നിഷേധിച്ചു. പക്ഷേ എന്താ മുസ്ലിമീങ്ങളിൽ പെട്ടവർ പോലും അവിടെ പ്രവാചകന്റെ വാക്കുമാറ്റിട്ട് പണം കിട്ടുമോ? എങ്കിൽ പലിശ കച്ചവടത്തിനിറങ്ങാൻ തയ്യാറല്ലേ? കള്ളക്കച്ചവടത്തിനിറങ്ങാൻ തയ്യാറല്ലേ? കണ്ട് കച്ചവടത്തിനിറങ്ങാൻ തയ്യാറല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അപകടകരമായ അവസ്ഥ. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആശയും ആഗ്രഹവും ഇട്ടുകൊടുത്ത് ലോട്ടറിയുടെ പിന്നാലെ പരക്കം പറഞ്ഞ് അവസാനം ജനകമായ ജീവിതത്തിന്റെ പേരിൽ ഉയരുവാൻ കഴിവുള്ളവന്റെ ജീവിതം ഒഴിക്കേണ്ടി വരുന്ന ചൂടാട്ടമെന്ന സാമ്പത്തിക സമ്പ്രദായം നിർത്തുവാൻ പ്രിയപ്പെട്ട പ്രവാചകരെ പഠിപ്പിച്ചപ്പോൾ അതിലൂടെ പോലും പണമുണ്ടാക്കാൻ സമുദായത്തിൽ മതിയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ ലേറ്റസ്റ്റ് വിവാദം എന്ന കേരളത്തില് ഓൺലൈൻ പെൺവാണിഭ കുറച്ച് നാളുകൾക്ക് മുമ്പ് മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ ഇങ്ങനെ സ്റ്റാറുകളായി കൊണ്ടു നടന്ന രണ്ടാളുകളായി ഇപ്പൊ പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരാപ്പെട്ടിരിക്കുന്നത് ആൺപെൺ സമത്വത്തിന്റെ പേരിൽ പ്രത്യേകതയിലേക്ക് ഈ ലോകം കടന്നു പോകുന്നത് കണ്ട് പല നിയന്ത്രണങ്ങൾ വേണമെന്ന് പറഞ്ഞവരെയൊക്കെ സദാചാര പോലീസ് എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിയിട്ട് അവരെ ആക്ഷേപിച്ചിട്ട് പരസ്യമായ വിചാരത്തിലും ചുമ്മന രംഗങ്ങൾക്കും തുടക്കം കൊടുത്ത് അതിന് ക്യാപ്റ്റൻസ് വഹിച്ചതായ എന്റെ വൃത്തികെട്ട ബന്ധുക്കൾ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത പെൺകുട്ടികളുടെ ശരീരം പോലും ഓൺലൈനിലൂടെ കച്ചവടം നടത്തിയിട്ട് അത് ഈ രാജ്യത്തുള്ള സുരക്ഷിതാവസ്ഥ പോലും ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ ഗൗരവകരം. നമ്മളൊന്ന് ചിന്തിച്ച് അന്ന് ഇവർക്ക് വേണ്ടി ഓർക്കാലമായി ഒരു നായകന്മാരുടെയും ശബ്ദമൊക്കെ കേൾക്കുന്നില്ല. അന്നിങ്ങനെ ടിക്ടോക്കിന് വേണ്ടി ഓടി നടന്ന ഒരു നേതാക്കന്മാർക്കൊപ്പം ഉണ്ടാക്കില്ല. കാരണം അബദ്ധമായി അതങ്ങനെ തന്നെയാണ്. ഒരു സംസ്കാരമുണ്ട് രാജ്യത്തിന്. സംസ്ഥാനത്തിന് ജനജീവന ശൈലിക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം കടന്നാൽ അപകടമാണ്. പുതിയ വിവാദം ഫാറൂഖ് കോളേജിൽ പ്രശ്നമുണ്ടാ. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നപ്പോ ഒരാൺകുട്ടിയും പെൺകുട്ടി ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സംസാരം. അദ്ദേഹം പറഞ്ഞു രണ്ടിടത്തോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. ആദ്യം തന്നെ രണ്ടിടത്തേക്ക് മാറിയിരിക്കാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല. ക്ലാസ്സിനെ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് വലിയ വിവാദമായി. അപ്പൊ അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക. അതും ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയ നമ്മുടെ മകള് അവളെ പറ്റി ഒരു പരാതി വരെയല്ല. അധ്യാപകൻ ക്ലാസ്സിൽ വന്നപ്പോൾ ഒരു തർക്കമായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരം. ഞാൻ പറഞ്ഞു മാറിയിരിക്കാൻ. ആ ദേഷ്യത്തിൽ അവനെ കൂട്ടി അവളെ ഇറങ്ങിപ്പോയി പറഞ്ഞാൽ തനിക്കു അല്പസ്വല്പം മാന്യമായ ബോധമുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിച്ചു നോക്കി. ലോകത്തിന്റെ അവസ്ഥ. ഒരു ബസ്സിന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 15 മിനിറ്റാണ് യാത്രയെങ്കിൽ പോലും സ്ത്രീ ഇരിക്കുന്ന ഒരു സീറ്റിന്റെ അടുത്തിരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അവിടെ ഒന്നും കുഴപ്പമില്ല. 15 മിനിറ്റ് യാത്രയിൽ പോലും സ്ത്രീക്കും പുരുഷനും പ്രത്യേകം സീറ്റുകളുണ്ട്. എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാ. സ്ത്രീക്കും പുരുഷനും പ്രത്യേകം ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. സ്ത്രീക്കും പുരുഷനും പ്രത്യേക സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സാവല്യങ്ങൾ കടന്നുകൂടുന്ന പ്രായത്തിൽ, തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിൽ, എന്നും സംഭവിക്കാവുന്ന പ്രായത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നു ചെല്ലുന്ന ആണിനെയും പെണ്ണിനെയും അടുത്തിരുത്തി എന്താചനത്തിനും മുതലാനാണ് സമയമെങ്കിൽ എന്റെ സഹോദരങ്ങളെ സദാചാര ബോധമുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല. അത് അംഗീകരിച്ചു കൊടുത്താൽ അത് ഇപ്പൊ ഇങ്ങനെ പശുപാലനം അവന്റെ വൃത്തികളിൽ നമുക്ക് കാണേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ നിന്ന് ഓരോ കാത്തിരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പണത്തിന് വേണ്ടി ഇവിടെ ഈ ഓൺലൈൻ വിവാദം നടന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കി. അവിടെ ഈ ഒന്നാം പ്രതിയായി കടന്നു വന്നത് അബ്ദുൽ ഖാദർ അല്ലേ?
സമുദായത്തിന്റെ അവസ്ഥ പണത്തിനില്ല. അബ്ദുൽ ഖാദർ അവിടെയുണ്ടായിരുന്നു ഒരാഴ്ചക്ക്, അവിടെയുണ്ടായിരുന്നു ഒരു മുബീന. സമുദായത്തിന്റെ അവസ്ഥയുണ്ടാ? പ്രവാചക പുങ്കവത്തിന് വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്? അധികാരത്തിന് വേണ്ടി എന്നും ചെയ്യുക. രാഷ്ട്രീയ മേധാവന്മാർ അവരുടെ തോട്ടക്കൊത്തനങ്ങളിൽ വെച്ചുനീട്ടുന്നതായ അരക്കൊപ്പി കണ്ണിന് വേണ്ടി രാഷ്ട്രീയ വാദങ്ങൾ തമ്പുരാക്കന്മാരുടെ താഴ്ചയിൽ ജീവിതം പുറപ്പിക്കുവാനും അവർക്ക് വേണ്ടി എന്ന് വൃത്തികളും ചെയ്യാനും അധികാരം കയ്യിൽ കിട്ടുമെങ്കിൽ ഇസ്ലാമിനെ വലിച്ചെറിയാൻ വഴിയില്ല എന്ന് മാത്രമല്ല, അധികാരം കിട്ടിയതിന്റെ പേരിൽ പോലും പച്ച വൃത്തികേട് കാണിച്ച സമുദായമല്ലേ? അധികാരം കിട്ടിയതിന്റെ പേരിൽ പോലും ഈ ഉമ്മത്തിന്റെ, അതേ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരിലെ തോൽവിയ പരാജയത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ട സഹോദരിയെ രൂപമുണ്ടാക്കിയിട്ട് പർവ്വ ധരിച്ചിട്ട് പട്ടാവൃത്തികളെ പത്രവൃത്തികളെ കാണിച്ച ചെറുപ്പക്കാരൻ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരല്ലോ. പണം കിട്ടുമ്പോഴും അധികാരം ആകുമ്പോഴും പ്രവാചകപുങ്കവരെയും അള്ളാഹുറപ്പിന്റെ സത്തനെയും മറക്കുമ്പോൾ നാം അറിയുക, അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കഷ്ടപ്പെട്ടവനല്ല. പ്രവാചകനെന്ന് ഗ്രഹിച്ചതെങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയുക, എന്ന ഫലം കിട്ടുമ്പോ പ്രവാചകനെ മറക്കുന്ന സമുദായമേ, സ്ഥാനമാനങ്ങളുടെ മേലെ പ്രവാചകനെ മറക്കുന്ന സമുദായമേ, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എത്ര ഫലം കിട്ടിയാലും റസൂലും നമ്മളെ മറന്നില്ലല്ലോ. എത്ര സ്ഥാനമാനങ്ങൾ കിട്ടിയാലും റസൂലുള്ള നമ്മളെ മറന്നില്ലല്ലോ. അറിയുവാ സഹോദരങ്ങളെ, ഒരു ദിവസമല്ലാതിന്റെ റസൂലധികം ധൈര്യമാനാരുണ്യങ്ങളോട് വിശുദ്ധ വീടുള്ള ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ റസൂലുള്ളാഹിനെ കാണുന്നതിന് വേണ്ടി റസൂലുള്ളാഹിന്റെ മൂത്താപ്പയായ അബൂ താലിബ് കാത്തിരിക്കുകയാ. കരീമായ മുത്ത് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അബൂ താലിബ് ചോദിക്കുന്നു, മോനെ മുഹമ്മദ്, എന്റെ പൊന്നുമോനെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് അനുസരിക്കുമോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? ഉടൻ തന്നെ റസൂലുള്ള ചോദിക്കുമോ, താപ്പാ, മാറുന്നവരെ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ അനുസരണക്കേട് കാട്ടിയിട്ടുണ്ടോ? ഉമ്മയില്ലാത്ത വിഷമമറിയിക്കാതെന്ന് വളർത്തിയവരല്ലേ താങ്കൾ? ഉപ്പയില്ലാത്ത വിഷമമറിയിക്കാതെ എന്ന് വളർത്തിയവരല്ലേ താങ്കൾ? ഉദയമില്ലാത്ത വിഷമമറിയിക്കാതെ എന്ന് വളർത്തിയവരല്ലേ താങ്കൾ? സ്വന്തം മക്കളക്കാരെന്നെ സേവിച്ചവരല്ലേ താങ്കൾ? നാളെന്നവരെ തങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബ് പ്രിയപ്പെട്ട മൂത്താപ്പാനോട് ചോദിക്കുമ്പോ ഉടൻ തന്നെ അബൂ താലിബ് പറയുന്നു, മോനെ മുഹമ്മദ്, എങ്കിൽ ഞാനിതാ നിന്നോട് പറയുകയാ. നിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ പറയുന്നു, പൊന്നുമോന്, പൊന്നുമോനെ, ഈ ഇസ്ലാമിന്റെ പ്രവർത്തനമൊന്നും നിർത്തിക്കോ പൊന്നുമോന്. ഈ വീടകരം കയറിയിറങ്ങിയിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ജോലിയെന്ന് നിർത്തുവോ? ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ജോലിയെന്ന് നിർത്തുവോ? എന്റെ പൊന്നുമോനെ മുഹമ്മദ്, ഈ ജോലിയെന്ന് നിർത്തിക്കഴിഞ്ഞ പൊന്നുമോനെ, കുറേശികളെ പറഞ്ഞത് എത്ര സമ്പത്ത് വേണമെങ്കിലും നിനക്ക് തരാനവർ തയ്യാറാ. സ്വർണത്തിന്റെ കുമാരം ഇല്ല മുന്നേ അവർ തട്ടിത്തരാമോനെ മുഹമ്മദ്. എന്റെ പൊന്നുമോനെ മുഹമ്മദ്, ഈ പ്രവർത്തനമെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഏത് അധികാരം വേണമെങ്കിലും നിനക്ക് തരാനവർ തയ്യാറാ. പൊന്നുമോനെ, ഏത് പരീക്ഷയുടെ അധികാരം വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നിന്റെ മുന്നിലവർ തരും പൊന്നുമോനെ. എന്ന് മാത്രമല്ല മോനെ മുഹമ്മദ്, നിനക്ക് സുന്ദരികളായ തരുവീ മണികൾ വേണമോ? നീ ആവശ്യപ്പെടുന്ന പെണ്ണ് അത് കുറേശ്ശി നേതാവിന്റെ ഭാര്യയായാണ്, അവരുടെ മകനായാണ്, അവരുടെ സഹോദരിയായാണ്, അവരുടെ മാതാവായാണ്, ആരായാലും പൊന്നുമോനെ, ഏത് പെണ്ണിനെ വേണമെങ്കിലും നിനക്ക് തരാനവർ തയ്യാറാ. പണത്തിന് വേണ്ടി ഇസ്ലാമിനെ വലിച്ചെറിയുന്ന മുസ്ലിമിന്, അധികാരത്തിന്റെ പേരിൽ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്ന മുസ്ലിമിന് ഒന്ന് ചിന്തിച്ചു നോക്കല്. റസൂലുള്ളാഹിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിന് അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിന് സുന്ദരികളായ പെണ്ണിനെ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ മുത്തതിന് വഴങ്ങിയില്ലല്ലോ. പണത്തിന്റെ പേരിൽ കണ്ണുമഞ്ഞൾ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞില്ലല്ലോ ഹബീബായ മുത്ത്. അധികാരത്തിന്റെ പേരിൽ അതേ പോലും കൊച്ചിക്കാലിച്ച് ആഘാതം പ്രകടിപ്പിച്ച് പച്ചവൃത്തികേടും ആഘാതം വൃത്തമുണ്ട് കിട്ടുന്ന ചെറുപ്പക്കാരാ, ഹബീബായ മുസ്ലിം പറ്റട്ടെ പൊന്നുമോന്, നിന്റെ മാനങ്ങളറിയാമേക്ക് പറ്റട്ടെ പൊന്നുമോന്. ഏത് അധികാരം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. പക്ഷേ അള്ളാന്റെ ഹബീബ് അവിടെ ചെറിയ
കൊണ്ടില്ലല്ലോ. അഭിമായ മുത്തിനോട് പ്രിയപ്പെട്ട മൂത്താപ്പയോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, മൂത്താപ്പ, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, മൂത്താപ്പ, എനിക്കെത്രതോടി സമ്പത്ത് തരാമെന്ന് പറഞ്ഞാൽ ഏത് വഴിയോരങ്ങളും മുത്തുകളും പതികളും ഭൂമേദങ്ങളും മരുതകങ്ങളും ഉൾപ്പെടെ എത്ര പണം എന്റെ മുന്നിലേക്ക് തട്ടിത്തരാമെന്ന് പറഞ്ഞാൽ, എത്രയേത് പ്രതിഷ്ഠകളുടെ അധികാരം എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ, എന്നെ രാധാവാക്കാമെന്ന് പറഞ്ഞാൽ, എന്നെ അധികാരിയാക്കാമെന്ന് പറഞ്ഞാൽ, എനിക്ക് മക്കളുള്ള സുന്ദരികളായ പെണ്ണുങ്ങളോടൊപ്പമുള്ള ഒരു ജീവിതം തരാമെന്ന് പറഞ്ഞാലും മാത്രമല്ല മൂത്താപ്പ, لو نعت الشمس في يميني والقمر في يساري ما تركت هذا الأمر حتى يغفره الله أو أذنك في طلبه. എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, لو نعت الشمس في يميني, എന്റെ വലതുകൈയിലേക്ക് സൂര്യനെ വെച്ച് തന്നാൽ, والقمر في يساري, എന്റെ ഇടതുകൈയിലേക്ക് ചന്ദ്രനെ വെച്ച് തന്നാൽ, ما تركت هذا الأمر إلا മൂത്താപ്പ, ഈ പണി ഞാൻ നിർത്തില്ല മൂത്താപ്പ, ഈ പ്രവർത്തനം ഞാൻ നിർത്തില്ല മൂത്താപ്പ, എന്നെങ്കിൽ അല്ലാഹു ഈ പിതാവിനെ ലോകം മുഴുവൻ എത്തിച്ചിട്ടല്ലാതെ, ലോകം മുഴുവൻ എന്ന സന്ദേശം എത്തിയിട്ടല്ലാതല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സത്യപ്രബോധനത്തിന്റെ മാർഗത്തിൽ എനിക്ക് മരിക്കേണ്ടി വന്നിട്ടല്ലാതെ ഞാൻ ഒരിക്കലും നിർത്തില്ല എന്ന മൂത്താപ്പ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പരിചയപ്പെടുത്തുന്ന എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് കൊടുക്കാമോ, അധികാരം കൊടുക്കാമോ, പെണ്ണിനെ കൊടുക്കാമോ പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് നിർത്തിയില്ല, റസൂലുള്ള നിർത്തിയില്ല. ഇന്ന് സമുദായത്തിന്റെ അവസ്ഥ പഠിക്കുമെങ്കിൽ സ്ഥാനം കിട്ടുമെങ്കിൽ ഏത് വർഗീയവാദിയിലൂടെ നിന്നാലെങ്കിൽ സ്ഥാനം കിട്ടുമോ? അവർ പോയേക്കല്ലേ സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ മതി. അത് ആര് വെച്ച് നീക്കുന്നതാണെന്ന് അറിയണ്ട. സുന്ദരികളായ പെണ്ണുങ്ങളെ കൊടുക്കാൻ പറഞ്ഞ് പ്രവാചകൻ അംഗീകരിച്ചില്ല. നമ്മൾ ചിന്തിക്കണം, ഇത്രത്തോളം അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. മറ്റേറ്റുമായി മുമ്പിലെ പ്രസംഗം തുടങ്ങിയിട്ടുമില്ല, വിഷയത്തിലെ കടന്നു വരുന്നേയുള്ളൂ. മറ്റേറ്റ് മുമ്പിലെ നമ്മൾ ചിന്തിക്കും, അള്ളാന്റെ റസൂല് നമ്മളാക്കി മാറ്റുവാൻ വേണ്ടി മുഴുവൻ സമ്പത്തിനെയും മാറ്റിവെച്ച മുത്തുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിനെ പറ്റി പറയുന്ന സദസ്സാണ്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം തോന്നുന്ന ഒരു സദസ്സാണ്. അതുകൊണ്ട് ഈ ബക്കറ്റ് മുമ്പിലേക്ക് വരുമ്പോ 10 രൂപ ചുരുക്കിടാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു സ്വഭാവം. അങ്ങനെയാണ് അതിന് വരുമ്പോഴും വെള്ളിയാഴ്ച പള്ളി പോകുമ്പോഴും 10 രൂപ എടുത്ത് ബക്കറ്റില്ല. അതിനൊരു മാറ്റമില്ല. ഇനി ഇന്ന് മാറ്റണം. ഇനിയെങ്കിലും ഒരു 50, 100, 500, 1000 ഒക്കെ മാറണം. എന്നാ മാറാട്ടെ. അമ്മമാരെ ഈ സഹോദരിമാരെ വീട്ടിൽ വരുമ്പോഴേ ഭർത്താവിന്റെ ഭക്തിരമാക്കി നോക്കിയിട്ട് അതാട്ടോ അതൊക്കെ ഒന്ന് മാറി നല്ല മോതിരവോ അവസരമോ മാലയൊക്കെ ഒന്ന് ഒഴിയിടാൻ പെങ്ങൾക്ക് പറ്റണം. സഹോദരിമാർക്ക് കഴിയണം. അത് ഇപ്പൊ മാതിരി വരുമ്പതിന് മുമ്പ് തന്നെ ഭർത്താക്കന്മാര് പെണ്ണുങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്വർണ്ണമൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് മാതിരി വരാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് പറഞ്ഞാൽ പറ്റില്ല. അതിന് വീട്ടത്ത് വരുമ്പോൾ ആരും വീട്ടു വരയ്ക്കുന്നുള്ള പേടിയൊന്നുമല്ല. കൊടുക്കത്തെ തീരുമാന ഇനി അവരെന്തെങ്കിലുമൊക്കെ അതിട്ടൊക്കെ പറ്റിട്ട് നീ ഊരിയിട്ട് കൊടുത്താലോ ആ അവസ്ഥയൊക്കെ മാറുന്നു. ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ, ഈ സമുദായം രക്ഷപ്പെടാൻ കഷ്ടതകളിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ പ്രവാചകനിലേക്ക് നമ്മൾ മടങ്ങുക. അതുകൊണ്ട് സന്തോഷത്തോട് ഓരോരുത്തരും എന്റെ സഹോദരങ്ങളെ സംഭാവനകൾ അർപ്പിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് പെരുമാറാകട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകളെ മാറ്റി പെരുമാറാകട്ടെ. അള്ളാഹു താല മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ മദ്രസയും പള്ളിയെയും ഭാരവാഹികളെയും അള്ളാഹു താല കബൂലാക്കുമാറാകട്ടെ. ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അള്ളാഹു താല എന്നെ അനുഗ്രഹങ്ങളിൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സന്തോഷത്തോടെ അള്ളാഹു സ്വീകരിക്കും. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വടകരയിൽ നിന്നൊക്കെ പറയുമ്പോ ഇങ്ങോട്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഒരു ആശയോടും ആവേശത്തോടും കൂടിയ
ഈ വടക്കൻ മലബാറിലേക്കൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലബാറിന്റെ ഭാഗത്തുള്ളവരെന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിനോട് അങ്ങേയറ്റം ബന്ധപ്പെട്ടവരും താല്പര്യമുള്ളവരെന്നൊക്കെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമുക്ക്. പക്ഷേ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് ഇത്രയും ചെറുപ്പക്കാരിക്കുന്ന സദസ്സിനുള്ള ശബ്ദം കേട്ടിട്ട് ഇന്ന് നാട്ടിൽ പോയാൽ തിരിച്ചേണ്ടുന്ന അവസ്ഥയായിരിക്കുക. അങ്ങനെ പോരാ. അള്ളാഹിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തി എല്ലാം താല്പര്യം ഉണ്ടാകണം. ഏത് മണ്ണിൽ നിന്നാ പ്രിയപ്പെട്ട പ്രവാചകരുടെ പേര് പറയുന്നത്? പടഞ്ഞിപ്പടയുടെ മുന്നിൽ അറബിക്കടലിനെ രക്തക്കടലാക്കി മാറ്റിക്കൊണ്ട് ധീരോദത്തമായ പോരാട്ടം നടത്തി ഈ രാജ്യത്തിന്റെ നിലപാടിൽ സ്വാതന്ത്ര്യപൂർവ്വം ഒരു ജീവിതം വേണമെന്നുള്ള താല്പര്യത്തോടുകൂടി പോർച്ചുഗീസ് പടയുടെ മുന്നിൽ നിലപാട് കാണിച്ചുകൊണ്ട് പോരാടി ധീരത്തെ നയിച്ച കുഞ്ഞാട് മലക്കാട് നാട്ടിൽ നിന്ന് പുണ്യ പ്രവാചകരുടെ പേര് പറയുമ്പോ ഇല്ല സലാത്തിന്റെ കാര്യത്തിൽ ശക്തിയിൽ പോരാ. അതുകൊണ്ട് സഹോദരങ്ങളെ ബന്ധപ്പെട്ടമാർ സലാത്തുണ്ടാകണം. സദസ്സിന്റെ അവസാനം വരെ നമുക്ക് സലാത്തുണ്ടാകണം. ഈ സദസ്സിന്റെ മഹത്വം സലാത്തിന്റെ സദസ്സായത് കണ്ട അഫ്ഗാനിനെ പ്രസംഗിക്കുന്നു എന്നതല്ല ഈ സദസ്സിന്റെ മഹത്വം. പിന്നീട് ഇത് അഫ്ഗാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറ്റി പറയുന്ന സദസ്സ. അതുകൊണ്ട് ഈ മണ്ഡലികൾ നമുക്ക് അനുകൂലമാകട്ടെ, ഈ ചെടികളികൾ നമുക്ക് അനുകൂലമാകട്ടെ, ഈ ജലത്തിന്റെ മുന്നിൽ പാടുപറക്കുന്ന പ്രാണികൾ പോലും നമുക്ക് അനുകൂലമാകട്ടെ. ആരായ ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ തിരുമുഖേ മുഹമ്മദ് മുസ്തഫ, വിശ്വവിമോചകരേ മുഹമ്മദ് മുസ്തഫ. അന്ധവിശ്വാസത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വിഹാരത്തിലേക്ക് ഞങ്ങൾ വിളിച്ചേർത്ത മഹാനായ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ നബി മുഹമ്മദ് മുസ്തഫ, ബദറിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ, ഉഹദിന്റെ പോരാളിയേ നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിലേക്ക് വഴികാട്ടിയ നേതാവേ മുഹമ്മദ് മുസ്തഫ, നരകവാദിന് പൊട്ടിയടച്ച നേതാവേ നബി മുഹമ്മദ് മുസ്തഫ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശഫാഅത്ത് ചെയ്യുന്ന മഹാനായ ഞങ്ങളുടെ നേതാവ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം. പ്രലോഭനങ്ങളിൽ അള്ളാന്റെ ഹബീബ് വീഴില്ല, പ്രബോധനങ്ങളിൽ അള്ളാന്റെ ഹബീബ് വീഴില്ല, എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വീഴില്ല. പക്ഷേ ഉമ്മത്തിന്റെ അവസ്ഥയുള്ള ആ റസൂലുള്ളാഹിയുമായി യുവസമൂഹത്തിൽ എത്രത്തോളം ഉന്നത്തിനോട് എല്ലാ ഉസ്താദന്മാരും പള്ളികളുടെ പ്രധാന ഇസ്ലാമിന്റെ കോലമാണെന്ന് സംഘടനയ്ക്കും താടി വെക്കണമെന്നുള്ള കാര്യത്തിലില്ല. അത് എത്ര വെക്കണമെന്നുള്ളതാണ് അതിനുള്ള വ്യത്യാസം. അത് പിടിയാണോ പൂവാണോ എന്നൊക്കെ ഉള്ളൂ പ്രശ്നം. താടി വെക്കണമെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇത് എത്ര ഉസ്താദന്മാർ, എത്ര ഹദീസോടി, എത്ര ഖുർആനോടി, എത്ര ചരിത്രമൊക്കെ പറഞ്ഞു ചെറുപ്പക്കാരന്റെ കോലം വിശുദ്ധ റമദാനിൽ 30 ദിനരാത്രങ്ങളിൽ പള്ളിയിലവർ ഉണ്ടാക്കിയെടുത്ത ചൈതന്യം പോലും പെരുമാറിന്റെ ദിവസം കറുപ്പ് ഷർട്ടും വെള്ളം മുൻപോട്ട് കൊടുത്ത് താടിയൊക്കെ വളർത്തി സ്റ്റൈലിൽ നിന്ന് സെൽഫിയിൽ ഇവിടെ ആരെയാണ് സ്നേഹിച്ചത്? നമ്മെ സ്നേഹിച്ചമായ സാഹിബിന്റെ തെരുവോരങ്ങളിൽ കല്ലറുകൊണ്ട് പ്രവാചകരോട് സ്നേഹമുണ്ടോ? പട്ടിണി കിടന്ന പ്രവാചകരോട് സ്നേഹമുണ്ടോ? ദിവസങ്ങളോളം ഉപയോഗത്തിന്റെ പേരിൽ കഷ്ടപ്പെട്ട പട്ടിണി കിടന്ന് കഴിക്കാനൊന്നുമില്ലാതെ പച്ചവെള്ളം കൊടുത്തുകൊണ്ട് പട്ടിണി നിന്നുകൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി കഷ്ടപ്പെട്ട വിശ്വവിമോചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് സ്നേഹമില്ല. പ്രവാചകരെ പറ്റി ഒരു തർക്കമില്ല. എല്ലാ സംശയമുണ്ടോ? എന്തെങ്കിലും ചർച്ചയുണ്ടോ? അതിനെപ്പറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്താ? ഏറ്റവും വലിയ ചർച്ച ആരെ പറ്റിയിട്ടാ? മൊയ്‌ദീനോട് താല്പര്യമേ. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച. ഈ സിനിമകളൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ സമുദായങ്ങൾ
ചിന്തിക്കണേ, ഈ മതങ്ങളെന്നുള്ള പ്രേമബന്ധത്തിന് വിശുദ്ധ പരിവേഷങ്ങൾ സിനിമകളാണ് നൽകിയത്. മുസ്ലിം പെണ്ണിനെ അടിച്ചുകൊണ്ട് പോവാം, ക്രിസ്ത്യൻ പെണ്ണെ പയ്യൻ പിന്നെ ഹിന്ദു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോവാം, മുസ്ലിം സിനിമയിൽ ഇതിനൊക്കെ ഒരു വിശുദ്ധ പ്രേമത്തിന്റെ പരിവേഷം സൃഷ്ടിച്ചെടുക്കപ്പെട്ടപ്പോൾ അത് കണ്ടിട്ട് മതങ്ങളുള്ള പ്രേമബന്ധങ്ങളെന്തോ വലിയ സംഭവമാണെന്നൊക്കെങ്കിൽ യുവതിവാസകളിൽ ഇങ്ങനെ മതം മാറിയുള്ള പ്രേമം ഏതായാലും നമ്മൾ യോജിക്കുന്നില്ല. മതം മാറിയുള്ള പ്രേമം അങ്ങനെ ഒളിച്ചോടി പോവുക, അതിന്റെ പേരിൽ എന്തുണ്ടായി? മതങ്ങൾ തമ്മിൽ പോലും വൈദ്യുണ്ടായില്ലേ? ഇത് മുസ്ലിം സമുദായം മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ലല്ലോ, ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല. എല്ലാ സമുദായങ്ങളുടെയും മനസ്സിലിങ്ങനെ വൈരാഗ്യങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കത്തക്ക രീതിയിൽ സിനിമകൾ കടന്നു വന്നപ്പോ ഈ നായകന്മാരെയാണ് നമ്മൾ സ്നേഹിച്ചത്. സത്യത്തിൽ ഇവിടെ നമ്മളെ പറ്റിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ നായകന്മാർ നമ്മളെ കവിക്കുക. സിനിമയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് സിനിമകളിലൊക്കെ ഇങ്ങനെ വന്നിട്ട് പ്രേമരംഗങ്ങളും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിച്ച് തകർത്ത് അവരുടെ സ്നേഹമൊക്കെ കണ്ടിട്ട് ഇവിടെ മധുരയുടെയും ഉമ്മമാരിങ്ങനെ കഴിയാം. മധുരി ഉത്സാഹം ഒരു കാലത്തൊക്കെ പ്രത്യേകിച്ച് മലബാറിന്റെ മണ്ണിലൊക്കെ മധുരി ഉത്സാഹം കഴിഞ്ഞിട്ട് സന്ധ്യാസമയത്ത് ഉമ്മരന്മാരെ ഉമ്മയും ഉമ്മയും മക്കളെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു ഭക്ഷ്യദുർബലമായ അവസ്ഥ എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അള്ളാഹുവോട് ദുആ ചെയ്യാൻ കഴിയുക. മുസ്ലിം വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലും രാമനാമം ജപിക്കുമായിരുന്നു, ഗീതാപാരായണം നടത്തുമായിരുന്നു, ജനങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ അവസ്ഥയൊക്കെ മാറി. ദൈവത്തിന്റെ ബുദ്ധിക്ക് അറിയാൻ ആർക്കും എല്ലാവരും ദൈവം കാര്യത്തിലൂടെ ചിന്തിച്ചു നോക്കിയ സമുദായത്തിന്റെ അവസ്ഥ എവിടെ? സമുദായത്തിന്റെ അവസ്ഥ രാമയ്ക്ക് ദൈവത്തിലേക്ക് ഒരു നല്ല ഭർത്താവുക, ഒരു നല്ല ഭാര്യയാവുക. യഥാർത്ഥ ജീവിതത്തിൽ ഇവർക്കൊരു നല്ല ഭാര്യ ഭർത്താവാകാൻ പറ്റിയിട്ടുണ്ടോ? ഇവർ ചിന്തിക്കണം. ചതിയന്മാരാണ് ഈ സിനിമ സീരിയൽ നടീനടന്മാർ, ചതിക്കുകയാണ്. എല്ലാ മനുഷ്യരെയും അവരെ വിശ്വസിച്ച് അവരെ ഇഷ്ടപ്പെട്ട് അവരെ നായകന്മാരായി അംഗീകരിക്കുന്ന ആരാധകരെ ചതിക്കുകയല്ലേ? ഏറ്റവും വലിയ താരജോഡികളായി പൊട്ടിപ്പൊളിപ്പിക്കപ്പെട്ട ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ എത്ര വലിയ താരജോഡികളാ. യഥാർത്ഥ ജീവിതത്തിൽ പറ്റിയോ? അടിച്ചു പിരിഞ്ഞ് രണ്ടിടത്ത് പോയിരുന്നില്ലേ? പറ്റിക്കുകയില്ല ഇവർ നമ്മളെ, വഞ്ചിക്കുകയില്ല ഇവർ നമ്മളെ. സഹോദരിമാരെയൊക്കെ ഇഷ്ടമായി അതിന്റെ പദത്തിലും പേരൊന്നും പറയാൻ പാടില്ലാത്തതാ. പക്ഷേ മനസ്സിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരിമാരോട് പറയുന്നത്. എന്താ, അവർക്ക് ഒരു ഭർത്താവിനോടൊപ്പം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? എത്ര കഥകളാണ് പറയാവുന്നത്, എത്ര കഥകളാ. വർഷങ്ങളോട് ഒന്നിച്ച് അടിച്ചു പിരിയുക. കാര്യം എന്താ? മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നായിക കള്ളു കുടിക്കുന്നവളാ. അതുകൊണ്ട് നടനായ ഭർത്താവിനും പോക്കും അവളല്ല. ഇവരാണോ നമ്മുടെ നായികാനായകന്മാർ? ചെറുപ്പത്തിലെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചവർ ഡൈവേഴ്സിലാവുക. ഇവർക്ക് സ്നേഹം എന്താണെന്നറിയോ? ഇവർക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? 11 കല്യാണം. അതിനുവേണ്ടി കാത്തിരുന്നു. അൽഹംദുലില്ല 12 ഡൈവേഴ്സ്. അവസ്ഥ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവരെ പിന്നാലെയാണോ നമ്മൾ പോകേണ്ടത്? ഇവർക്ക് വേണ്ടിയാണോ ജീവിതം കൊടുക്കേണ്ടത്? സദാസമയത്തും ഇവരെ പറ്റിയുള്ള ചർച്ചയുണ്ട്, ഇവരെ പറ്റിയുള്ള ചിന്തകളുണ്ട്. ഞാൻ എന്റെ പ്രഭാഷണ വേദികളിലൊക്കെ പറയാറുണ്ട്, വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതല്ല. എനിക്കിങ്ങനെ ആളുകൾ കുറെ മുമ്പ് ഇങ്ങനെ വാട്സാപ്പിലൂടെ അയച്ചു ഒരു തമാശ ഉണ്ടായി. അത് തമാശയാണെങ്കിലും ഗൗരവപൂർവ്വം എടുക്കുന്നതാണെന്ന് തോന്നുന്നു. എത്രത്തോളം എന്നാൽ ഉസ്താദ് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മക്കളെ നിങ്ങൾ പരസ്പരം കണ്ടാൽ സലാം പറയണം. ഇസ്ലാമിന്റെ മര്യാദയാ. മറ്റൊരു മുസ്ലിമിനെ കണ്ട അവിടത്തെ ദുർബാധ നീളം നോക്കി പരപ്പാന്റെ വാലും നോക്കി സലാത്തല്ല. ഒരു മുസ്ലിമിനെ കണ്ടാ സലാം പറയുക. ഇതിങ്ങനെ ഉസ്താദ് പരസ്പരം കണ്ടാൽ സലാം പറയണമെങ്കിൽ പിന്നെ സമരം കണ്ടാന്ന് പറയണം. ഞാൻ പറയുന്നത് ഇതൊരു തമാശയാണെങ്കിൽ പോലും കുട്ടികളിൽ പോലും ഇതല്ലേ നമ്മൾ ചർച്ചയാക്കി കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ പറ്റി നമുക്ക് ചർച്ചയുണ്ടോ? നമുക്ക് വേണ്ടി കണ്ടത് കൊണ്ട് നമുക്ക് വേണ്ടി പട്ടിണികളമ്മ നമുക്ക് വേണ്ടി കെട്ടിയൊരുക്കുക. നമ്മൾ ജീവിച്ച നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ചർച്ചയുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്കണം പൊന്നുമോനെ. നേരമ്മള് തിന്നുവരെ ഏതൊക്കെ കാര്യങ്ങൾ നിന്റെ കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്തു? രാഷ്ട്രീയത്തെ പറ്റി നീ ചർച്ച ചെയ്യുന്നതോ? ഇന്ത്യ രാജ്യത്തിലെ നിലവിലുള്ള സാഹചര്യത്തെ പറ്റി ചർച്ച ചെയ്യുന്നതോ? ഇന്ത്യൻ സൂപ്പർ ലീഗിനെ പറ്റി ചർച്ച ചെയ്യുന്നതോ? കേരളത്തിന്റെ അവസരത്തെ പറ്റി ചർച്ച ചെയ്യുന്നതോ? എന്നാൽ എന്റെ പൊന്നുമോനെ, ഇതിന്റെ ഇടയിലെപ്പോഴെങ്കിലും നമ്മെ സ്നേഹിച്ച നമ്മുടെ ബാലകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇന്നും ഏതമ്മള് ഇതുവരെ ഹബീബായ മുസ്ലിം ഓർത്തിട്ടുണ്ടോ? എന്റെ സഹോദരിമാരെ ചിന്തിക്കണേ. സീരിയലിനെ പറ്റി ചർച്ച ചെയ്തില്ലയോ? അതേ റിയാലിറ്റി ഷോകളെ പറ്റി ചർച്ച ചെയ്തില്ലയോ? കുക്കറി ഷോകളെ പറ്റി ചർച്ച ചെയ്തില്ലയോ? 100 കാര്യങ്ങളെന്ന് ചർച്ച ചെയ്തില്ലയോ? എന്നാൽ അതിനിടയിലെപ്പോഴെങ്കിലും മഹാനായ മുസ്ലിം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഓർക്കാൻ പറ്റിയോ? ഹബീബായ പ്രവാചകനെ പറ്റി ചിന്തിക്കാൻ പറ്റിയോ? ഇന്ന് നമ്മുടെ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ എത്രയെത്രയോ മെസ്സേജുകളാണ് നമ്മൾ ഷെയർ ചെയ്തത്, എത്രയെത്ര ഫോട്ടോകളും വീഡിയോകളുമാണ് നമ്മൾ ഷെയർ ചെയ്തത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ഇന്ന് ഇത്രയും വിശേഷപ്പെട്ട കൂട്ടത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഒരു ഹബീബെങ്കിലും നീ ഒന്ന് ഷെയർ ചെയ്തോ? നിന്റെ കൂട്ടുകാരെ, ഹൈന്ദവരായ കൂട്ടുകാർക്ക്, ക്രൈസ്തവരായ കൂട്ടുകാർക്ക് എത്രയോ പ്രവാസകര്, എത്രയോ ഫോട്ടോകളാ ചർച്ചത്, അത് നീ ഷെയർ ചെയ്ത് കൊടുത്തത്. എന്നാ അതിനിടയിൽ നമ്മുടെ പ്രവാചകന്റെ വചനങ്ങളെ കൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്റെ സഹോദരങ്ങളെ ചിന്തിക്കൂ. നേരമ്പലത്ത് ഇന്ന് വരെ വന്നിട്ടു, നേരമ്പലത്ത് ഈ സമയം വരെയായിട്ടു. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ ചിന്തിക്കുക. എത്ര തൊഴാപ്പാറൂറുവാനിലേക്ക് ചെല്ലാൻ പറ്റിയത്? സജീവായ മുസ്ലിന് വേണ്ടി എത്ര തൊഴാത്താ നമ്മൾ ചൊല്ലിയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ഇന്നത്തെ ദിവസം ഹബീബായ റസൂൽ എന്ന വിശ്രമം കൊള്ളുന്ന വിശുദ്ധ റൗദ ശരീഫിലേക്ക് ഒരു യാത്രയെങ്കിലും ഓടാൻ നമുക്ക് പറ്റിയോ? ഒരു പാർട്ടിയെങ്കിലും ഓടാൻ നമുക്ക് പറ്റിയോ? റസൂലുള്ളാഹിനെ പറ്റി നമുക്ക് ചർച്ചയില്ല, റസൂലുള്ളാഹിനെ പറ്റി നമുക്ക് ചിന്തയില്ല. നമ്മെ സ്നേഹിച്ച നമ്മുടെ നായകനെ നമുക്ക് അറിയില്ലോ, ആ നായകനെ അറിയാൻ നമുക്ക് കഴിയുന്നില്ല, ആ നായകനെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് നേരമില്ല. അതേ വിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ മാത്രം റസൂലുള്ളാഹിനെ ഓർത്തിട്ട് കാര്യമില്ല. ചെറുപ്പക്കാരാ, റബീഉൽ അവ്വൽ മാത്രമല്ല ഹബീബായ മുസ്ലിമെ ഓർക്കേണ്ടുന്നത്. ഓരോ നിമിഷവും ആ മുസ്ലിമെ ഓർക്കാൻ നിനക്ക് കഴിയട്ടെ. ആ റസൂൽ പഠിപ്പിച്ച സുന്നത്തുകൾ നിന്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ നിനക്ക് കഴിയട്ടെ. എന്റെ പൊന്നുപോലെ, യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാലതാ. ചെറുപ്പക്കാരാ, യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാലതാ പൊന്നുമോന്. വിശുദ്ധ റബീഉൽ അവ്വലിന്റെ പേരിൽ നബിദിനം ആഘോഷിക്കണം, സന്തോഷിക്കണം. അൽഹംദുലില്ലാ, നല്ല കാര്യമാ. ഒരിക്കലും അതിനെ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ വൃത്തികേട് കാണിക്കാൻ അനുവാദമില്ല പൊന്നുമോന്. അതേ നൂറുകൾക്ക് ബൂത്തുകൾ കെട്ടിവെച്ചിട്ട്, അതേ സ്ഥാപനത്തിക്കുവാനും മ്യൂസിക്കുകളുടെ പ്രാർത്ഥമിച്ചിട്ട്, പൊതുജനത്തിന്റെ തൊഴിൽവിഹാരത്തെ തടസ്സപ്പെടുത്തിയിട്ട് നടുവോട്ടിലെ എപ്പോഴും കളിക്കുന്ന ചെറുപ്പക്കാര അങ്ങനെ ലഭിതം ആഘോഷിക്കാൻ ഒരിടത്തും ഇസ്ലാം പറഞ്ഞില്ല പൊന്നുമോന്. സമുദായത്തിൽ, സമൂഹത്തിലെ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുമ്പോ അവർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം എടുത്താത്, അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യം എടുത്താത്, കിലോമീറ്ററുകളോളം നെയ്ച്ചിട്ടുകൊണ്ട് ലഭിതമാഘോഷിക്കാൻ റസൂലുള്ള ഇഷ്ടപ്പെട്ടില്ല പൊന്നുമോന്. ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെടുന്നോ ചെറുപ്പക്കാരാ? ഹബീബായ മുസ്ലിമോട് താല്പര്യമുണ്ടോ പൊന്നുമോന്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നവൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവരാണോ അവരാ എന്നോട് സ്നേഹമുള്ളവർ. എന്റെ സുന്നത്തിനെ പിൻപറ്റാൻ ഇഷ്ടമുള്ളവർ, താനെ വളർത്താൻ ഇഷ്ടമുള്ളവർ, തൊട്ടിരടിക്കാൻ ഇഷ്ടമുള്ളവർ, സുന്നത്തായ ജീവിതം നടത്താൻ ഇഷ്ടമുള്ളവർ അവരാ എന്ന യഥാർത്ഥമായ രീതിയിൽ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ ജീവിതം നിനക്ക് ചർച്ചയാകുന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നുണ്ടോ? എന്റെ സഹോദരങ്ങള്, ഹബീബായ മുസ്ലിം ഓർക്കാമോ?
പോലും നമുക്ക് സമയമില്ല. റസൂലിന് വേണ്ടി സ്വലാത്തിലെല്ലാം പോലും നമുക്ക് സമയമില്ല. എന്നാലറിയുമോ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീന മുനവ്വറയിൽ മസ്ജിദുൽ നബവിയിലിരുന്ന മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പറ്റി ചർച്ചയില്ലയോ? റസൂലുള്ള എന്നെയും നിങ്ങളെയും പറ്റി പറഞ്ഞിരുന്നു. നമ്മളോട്ടുണ്ടെന്ന അന്റെ ഹബീബ് കണ്ണീരൊഴുക്കിയിരുന്നു. ഒരിക്കൽ സഹാബാക്കളുടെ കൂടെ ഇരിക്കുമ്പോ റസൂലുള്ള പെട്ടെന്ന് പറയുന്നു, സഹാബാ എന്റെ സഹോദരങ്ങളെ ഞാൻ ഈ എപ്പോഴാവുന്ന കാണുന്നത്, എന്റെ സഹോദരങ്ങളെ ഞാൻ എപ്പോഴാവുന്ന കണ്ടുമുട്ടുന്നത്, അവരെ എപ്പോഴാണെന്ന് നേരിൽ കാണുന്നത്. അതിവായ റസൂലത പറഞ്ഞപ്പോ സഹാബത്ത് നബിയെ എന്താ നബിയെ പറയുന്നത്? ഞങ്ങളൊന്നും തങ്ങളുടെ സഹോദരന്മാരല്ലയോ, ഞങ്ങളൊന്നും തങ്ങളുടെ സഹോദരന്മാരല്ലയോ? റസൂലുള്ള പറഞ്ഞു, സഹാബ അല്ലയോ സഹാബ, നിങ്ങളെന്റെ സഹാബാക്കളാ, നിങ്ങളെന്റെ സന്തത സഹചാരികളാ, നിങ്ങളെന്റെ പ്രിയപ്പെട്ട സഖാക്കളാ, എന്റെ സഹവാസികളാ. ഞാൻ കാണാൻ ആഗ്രഹിച്ച എന്റെ സഹോദരങ്ങള് എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവരായ എന്റെ സഹോദരങ്ങള് എന്നെ ഒന്ന് കാണുക പോലും ചെയ്യാതെ, എന്റെ ശബ്ദമൊന്ന് കേൾക്ക പോലും ചെയ്യാതെ എന്നെ വിശ്വസിക്കുന്നവരായ എന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കല്. കാണാതെ വിശ്വസിക്കുന്ന എന്നെയും നിങ്ങളും അള്ളാഹുവിന്റെ മസ്ജിദിന്റെ പേരിൽ തീർത്തുപോയെങ്കിൽ ആ റസൂലിനെ എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ റസൂലിന്റെ പേരിൽ സ്വലാത്തിലെല്ലാം കഴിയുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോ, എന്റെ പെങ്ങളെ സർവ്വയില്ലാതെ നമ്മൾ ജീവിക്കുമ്പോ, അല്ലാഹുവുമായി ബന്ധമില്ലാതെ നമ്മൾ ജീവിക്കുമ്പോ, അതിലായ റസൂല് നമ്മൾ എടുത്തുകൊണ്ട് കരങ്ങൾ വിഷയങ്ങൾ നമ്മൾ അറിയുന്നത്. തമ്പിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതനെ, താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ സ്ഥാനമുള്ളവരല്ലോ. അതുകൊണ്ട് ഹബീബേ, അല്ലാഹ് അയ്യഗ്ഫിർലി അയ്യഗ്ഫിർലി വമിൻ ദുനൂബി അയ്യഗ്ഫിർലി മാ തഖദ്ദമ മിൻ ദുനൂബി വമാ തഅഖറ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതനെ, ഈ ആയിഷാനെ താങ്കളൊന്ന് പ്രാർത്ഥിക്കുമോ? നബിയേ, ആയിഷാന്റെ മുൻഭാഗങ്ങളും പിൻഭാഗങ്ങളും ഉൾപ്പെടെ മുഴുവൻ ഭാഗങ്ങളും മനസ്സിലാൻ പ്രവർത്തകരാൽ താങ്കളൊന്ന് പ്രാർത്ഥിക്കുമോ? പ്രിയപ്പെട്ട പ്രവാചകരെ, മഹതിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളും ഉയർത്തി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ ബിൻതി അബീ ബക്കർ വമഗ്ഫിറതൻ വാഹിറതൻ വബാത്തിനാ ലാ തുഹാദിർ ദംബാ വലാ തക്സിബ ബഅദഹാ സതീറതൻ വലാ ഇസ്മാ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രാർത്ഥിക്കുകയാ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ ബിൻതി അബീ ബക്കർ, അല്ലാഹുവേ അബൂബക്കറിന്റെ ഉമ്മയായ ആയിഷയെ നീ പുറത്തുവിടുക്കണേ അല്ലാഹ്. വമഗ്ഫിറതൻ വാഹിറതൻ വബാത്തിനാ ലാ തുഹാദിർ ദംബാ വലാ തക്സിബ ബഅദഹാ സതീറതൻ വലാ ഇസ്മാ. അല്ലാഹുവേ എന്റെ ആയിഷയുടെ ജീവിതത്തിലെ പാപങ്ങൾ അവശേഷിക്കാൻ പരമപരിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് കടത്തക്ക രീതിയിൽ എന്റെ ആയിഷാനെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതിവായ പ്രവാചകരെ ദുആ ചെയ്യുകയാണ്. ഒരു ദിവായത്തിലെ കാണുന്ന സഹോദരങ്ങള് അല്ലാഹുവിന്റെ ആയിഷാനെ വേണ്ടി ദുആ ചെയ്യുമ്പോൾ പ്രവഹിച്ചത് ആയിഷ
എന്നുള്ളത് എനിക്ക് വല്ലാത്ത സന്തോഷമാ. കാരണം താങ്കളെന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നല്ലോ നബിയേ, താങ്കളെന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നല്ലോ നബിയേ. وإنها لصلاتي في الليل والنهار لمن مضى منهم ومن بقي إلى يوم القيامة. يا عائشة إلا عائشة إلا عائشة إلا عائشة الله من تنيان സത്യം ما سكتك بها من بين أمتي. എന്റെ ഉമ്മത്തിനോടുള്ള എന്റെ സ്നേഹത്തിന്റെ മുന്നിൽ, എന്റെ ഉമ്മത്തിനോടുള്ള എന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ നിനക്കൊരു പ്രത്യേകതയുമില്ല ആയിഷ, നിനക്കൊരു സ്ഥാനവുമില്ല ആയിഷ. ആയിഷ നിനക്കറിയുമോ, എന്റെ ഉമ്മത്തിന് വേണ്ടി പകൽ വ്യത്യാസമില്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയാ. കടന്നുപോയവരും ഒരു ലോകാവസാനം വരെ കടന്നു വരുന്നവരുമായ റസൂലുള്ള പറഞ്ഞ വാക്കാ ചിന്തിക്കത്. ലോകാവസാനം വരെ കടന്നു വരുന്ന സകലർക്ക് വേണ്ടിയിട്ടു ഓരോ നിശ്ചയത്തെയും ഞാൻ ദുആ ചെയ്യുന്നു ആയിഷ. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എന്റെ ദുആയിക്ക് മലക്കുകൾ ആമീൻ പറയുന്നു ആയിഷ. നമുക്ക് റസൂലുള്ളാഹിനെ ഓർക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല, സ്വലാത്ത് ചെല്ലാൻ കഴിയില്ല, സുന്നത്തനുധാവനം ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിന്റെ നമ്മൾ എന്റെ സഹോദരൻ, എന്റെ സഹോദരൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുക, ആയിഷ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തപ്പോൾ നിനക്ക് സന്തോഷമായി സന്തോഷമായി ആയിഷ അല്ലാഹു എന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ കാണുന്നില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ സഹോദരൻ. ലോകാവസാനം സ്വന്തം ഭാര്യയെക്കാൾ ഹബീബായി നമ്മളെ സ്നേഹിച്ചെങ്കിൽ ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം നമ്മൾ മാറ്റും. ഭാര്യ പറയുമ്പോൾ തീ വാങ്ങിക്കൊടുക്കും, ഭാര്യ പറയുമ്പോൾ താടി പിടിക്കും, ഭാര്യ പറയുമ്പോൾ ഒന്നും ചെയ്യും. എത്രത്തോളം എന്നാൽ ഹബീബായ മുസ്തു പഠിപ്പിച്ച പരിശുദ്ധവും പരിപൂർണവുമായ വേഷയിലാണെന്ന് എത്രവരെയാണ് ഭാര്യമാർക്കും. സ്വന്തം ഭാര്യമാരെക്കാട്ട് നമ്മൾ സ്നേഹിച്ചെങ്കിൽ നമുക്കതുണ്ടോ? സ്വന്തം ഭാര്യയെക്കാൾ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ? ഗൗരവത്തോടെ ചിന്തിക്കും. ഈ ഇരിക്കുന്ന എത്ര പേരുടെ വീട്ടിൽ, എത്ര പേരുടെ ഭാര്യമാർക്ക്, എത്ര പേരുടെ സഹോദരന്മാർക്ക്, എത്ര പേരുടെ പ്രിയപ്പെട്ട, എത്ര പേരുടെ മാതാപിതാക്കന്മാർക്ക് പ്രിയപ്പെട്ട പ്രവാചകനെ പഠിപ്പിച്ച പരിപൂർണമായ ഹിജാബിന്റെ വസ്ത്രമുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച പർദ്ദയാണ്, ഓരക്കേട് കാണിക്കുന്ന പർദ്ദയല്ല. അതിങ്ങനെ മലബാറിന്റെ ഭാഗത്ത് വരുമ്പോൾ കാണാം പ്ലാസ്റ്റിക് ചാക്കിനകത്ത് തേങ്ങ നിറത്തോടെ ആ പർദ്ദ ഇട്ടിട്ട് നടക്കുന്നത്. വൃത്തികെട്ട കോലം പർദ്ദ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ബോഡി ഷേപ്പാക്കുക, വളരെ വൃത്തികെട്ട രൂപത്തിൽ, വൃത്തികെട്ട ഭാവത്തിൽ ഒരു ബാഗ് ഇങ്ങനെ തോളത്ത് തൂക്കിയിട്ട് മൊത്തം ഉണ്ടെങ്കിൽ ഇസ്ലാമായല്ലോ. ടീഷർട്ടും ജീൻസും ആണെങ്കിൽ ഒരു കറുത്ത തുണിയിട്ടാൻ വേണ്ടി കിട്ടിയ വെയിലത്തിൽ കിടന്ന് നേരെ കളിക്കാൻ ഇറങ്ങല്ലേ. അതുകൊണ്ടൊന്നും ആവില്ല. ഇസ്ലാം പഠിപ്പിച്ച പർദ്ദ എന്ന വേഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വെളുപ്പോ തടിപ്പോ തുടിപ്പോ കൊഴുപ്പോ പുറത്ത് കാണരുത്. അതാകണം. എന്താ സാധനം നടന്നു പോകുന്നതെന്ന് പോലും അറിയരുത്. ഇതിപ്പോ എന്താ ഒരു പർദ്ദയിട്ടൊരു പെണ്ണു പോയാൽ കൃത്യ അളന്നിട്ട് കിട്ടുകയല്ലേ അല്ലേ? പറഞ്ഞാൽ ഒരുപാടായിപ്പോവും. ഇന്നത്തെ പർദ്ദകളുടെ അവസ്ഥ ഇതാണോ? പർദ്ദ ധരിക്കുന്നവരാണെങ്കിൽ ചുരിദാറിന്റെയൊക്കെ അവസ്ഥ ഇങ്ങനെ വെട്ടി ഇങ്ങനെ കേറി കഷ്ടം വരത്തിക്കുക. കട്ടിയില്ലാത്ത കൊതുകുവല പോലത്തുള്ള തുണി വെട്ടിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. നാളമില്ലാത്ത രീതിയിൽ ഏതൊക്കെയോ കോലത്തിൽ ബൈക്കിന്റെ മുന്നിൽ ഭാര്യ ഇങ്ങനെ ചുരിദാർ ഇട്ടുകൊടുത്ത്, ബോഡി കഴിച്ചിട്ട് ചുരിദാർ ഇട്ടുകൊടുത്ത് 2 വശത്തേക്കും താഴും തൂക്കിയിട്ട് ബാലാളുടെ മുന്നിലോട് ചൊല്ലി കൊടുത്ത ചരക്കിനെ പോലെ ഇങ്ങനെ കൊണ്ട് നടക്കല്ലേ. നാണുണ്ടോ? അതാ മഹാനായ അലീറബിയാണ് ചോദിച്ചത്, നാണുണ്ടോ നിനക്ക്? അതാ തത്തടിയോ നിനക്ക് നാണമില്ലാതായി പോയോ? അതാ നാണമില്ലാതായി പോയോ? പെണ്ണുങ്ങളെ കയറൂരി വിട്ടേക്കുക, കയറൂരി
ഉണ്ടാകണം. ഈ അവസ്ഥകളിലൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകണം. മഹാനായ പ്രവാചകരെ സ്നേഹിക്കാനും ആ പ്രവാചകരെ പിൻപറ്റാനും നമുക്ക് പറ്റണം. അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ ഇഷ്ടപ്പെടണം. വീട്ടിൽ ദീനിയായ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സന്ധ്യാസമയത്ത് കൊടുക്കല്ലേ, ആ സമയത്ത് അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്തയുണ്ടാകട്ടെ, അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്ത, ഖുർആനിനെ പറ്റിയുള്ള ചർച്ച വരട്ടെ, നിസ്കാരത്തെ പറ്റിയുള്ള ചർച്ച വരട്ടെ, സഹാബാക്കളെ പറ്റിയുള്ള ചർച്ച വരട്ടെ, വിശ്വവിദ്യാലയം കടന്നു വരട്ടെ. ആ സമയത്ത് നമ്മൾ ജീവിക്ക് വേണ്ടി കൊടുക്കല്ലേ. അത് അപകടമാണ്, വളരെ അപകടമാണ്. കുടുംബ ബന്ധങ്ങൾ തകരുന്നത് പോലും അതിലൂടെ. ഇന്നത്തെ സീരിയലൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെ അമ്മായിയമ്മയ്ക്ക് പാല പണിയാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച സിനിമകളാണ്, സീരിയലുകളാണ്. അതല്ലേ ഒരു പെണ്ണിങ്ങനെ ഇരുന്നിട്ട് കല്യാണം കഴിക്കാത്തൊരു പെണ്ണിങ്ങനെ സിനിമ സീരിയൽ കാണുമ്പോ ഇവരുടെ മനസ്സിലിങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിലിങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്തയാണ്, ട്രെയിനിങ്ങാ, ഇതിന്റെ ഒരു ട്രെയിനിങ്ങാ. ഈ അവസ്ഥയൊക്കെ നമുക്ക് മാറണം. അന്ന് നമ്മെ സ്നേഹിച്ച നമ്മുടെ നായകനെ അറിഞ്ഞു ആ നായകൻ പഠിപ്പിച്ചു തന്ന മാർഗം, ആ നായകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന പറഞ്ഞു തന്ന മാർഗം, ആ മാർഗത്തിലൂടെ കിടക്കുക. കാരണം അത്രത്തോളം നമ്മളെ സ്നേഹിച്ച് ഒരു നായകനില്ല, ഒരാളും നമ്മളെ അത്രത്തോളം സ്നേഹിച്ചില്ല. സ്വഹാബാക്കൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോൾ പ്രവാചകരുടെ ഹൃദയത്തിൽ നിന്ന് അടുപ്പിൽ ചട്ടിയിൽ എണ്ണ തിളയ്ക്കുന്ന പോലെ ഒരു ശബ്ദം പുറത്തു വരുമായിരുന്നു. ലോക ചരിത്രത്തിൽ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു എണ്ണ തിളയ്ക്കുന്ന ശബ്ദം പുറത്തേക്ക് വരെ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ചരിത്രങ്ങൾ ഇസ്ലാമിലേക്ക് പ്രത്യേകിച്ച് എന്റെ യുവസമൂഹം കടക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനെയും പറ്റിയൊക്കെ പഠിക്കണം, അതിലേക്ക് കടക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായി ബന്ധപ്പെടണം. ലീലന്റെ ഏറ്റവും പുതിയ സീഡി ഉണ്ട്, വിശുദ്ധ ഖുർആൻ. ഹൃദയങ്ങൾക്ക് വസന്തമാകട്ടെ ഖുർആൻ എന്ന സീഡി അവിടെ വിൽക്കപ്പെടുന്നുണ്ട്. യുവത്വത്തെ പറ്റി പറയുന്ന സീഡി ഉണ്ട്. ഇതൊക്കെ വാങ്ങണം, കേൾക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി അടുക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാകണം. അല്ലാതെ നമ്മൾ ജീവിതം ഇങ്ങനെ ആർക്കോ വേണ്ടി കൊടുക്കേണ്ടവരാണോ, എന്തിനോ വേണ്ടി പോകേണ്ടുന്നവരാണോ? ഹബീബായ മുസ്ലിം നമ്മളോടുള്ള സ്നേഹം എത്രത്തോളം എന്നാൽ ആ സ്നേഹത്തെ അടുത്തറിഞ്ഞിട്ടാണ് ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെട്ട ആശിഖീങ്ങൾ മദ്ഹ് ഗീതങ്ങൾ എഴുതിയത്. ചുമ്മാ പാടിക്കൊണ്ട് നടക്കാനുള്ളതല്ല, അതിന്റെ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളെ നമ്മൾ പറയാറുണ്ട്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഇല്ല പ്രവാചകരേ, ഇല്ല പ്രവാചകരേ, എന്റെ ഉമ്മ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല, എന്റെ ഉപ്പ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അതിനേക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രവാചകരേ, അതിനേക്കാൾ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പ്രവാചകരേ, ഹബീബായ മുസ്ലിം നമ്മളോടുണ്ടായിരുന്ന സ്നേഹമെന്നറിയതേ. ചരിത്രത്തിന്റെ ധാരണകൾ എടുത്തു നോക്കിയാൽ പ്രിയപ്പെട്ട പ്രവാചകരുടെ കുടുംബം അനുഭവിച്ച പട്ടിണി എത്രത്തോളമാ. ഭാര്യയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാ, ചില സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പട്ടിണി ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കറിയോ? മാസങ്ങളോളം വെറും പച്ചവെള്ളവും കാരക്കയുണ്ടെന്നാണ് ഞങ്ങൾ വിഷപ്പടക്കിയത്. വെറും പച്ചവെള്ളവും കാരക്കയുണ്ടെന്നുകൊണ്ട് വിഷപ്പടക്കിയില്ലേ പ്രവാചക പുങ്കരുടെ വീടുകളില്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ കാരക്ക പോലും ഇല്ലാതെ വിശപ്പ് കൊണ്ട് കഴിയുകയാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വിശപ്പ് കൊണ്ട് വീട് മുഴുവനും ഞാൻ എനിക്ക് പുറത്തു നോക്കി, ഒരു കാലത്തെങ്കിലും ഒന്ന് കിട്ടുമോ, ഒരു കാലത്തെങ്കിലും ഒന്ന് കിട്ടുമോ? വീടും മുഴുവൻ മരിച്ചു കിടത്തിയിട്ട് കിട്ടിയില്ല. അവസാനം ഞാൻ എന്റെ വീട്ടിലെ കത്തിക്കാൻ പ്രകാശത്തിൽ വെച്ച വിളക്കുണ്ടല്ലോ, ആ വിളക്ക് പോലും ഞാൻ തുറക്കുകയുണ്ടായി. എന്തിനെന്നറിയോ? ആ വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നെങ്കിൽ, ആ വിളക്കിന് എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണ കുടിച്ചിട്ടെങ്കിലും എന്റെ വിശപ്പൊന്ന് മാറ്റാമായിരുന്നല്ലോ. എന്റെ സഹോദരിമാരെ, ഈ വിശപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ട്. അതേ ആയിഷത്തു സിദ്ദീഖ പത്നിയാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ
അതാ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ കട്ടനും കരയുന്ന ശബ്ദം കേൾക്കുകയാ, അവരുടെ പൊട്ടിക്കൽ കേൾക്കുകയാ. അള്ളാന്റെ റസൂല് പെട്ടെന്ന് നിസ്സാരമൊക്കെ മാറ്റി വെച്ചിട്ടു, പെട്ടെന്ന് നിസ്സാരമൊക്കെ തീർത്തിട്ട് അതേമായ റസൂല് തന്റെ ഫാത്തിമാന്റെ വീട്ടിലേക്ക് പോകുകയാ. വീട്ടിൽ ചെന്ന് കഥക തട്ടുമ്പോൾ മഹതിയായ ഫാത്തിമത്തുൽ സഹറ വന്ന കഥക തുറക്കുകയാ. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, പൊന്നുമോളെ ഫാത്തിമ, ഉപ്പാന്റെ പേരമക്കളെ കരയുന്നതെന്തിനാ പൊന്നുമോളെ ഫാത്തിമ? ഉടൻ തന്നെ ഫാത്തിമത്തുൽ സഹറ അതേമായ മുത്തുനോട് പറഞ്ഞു, ഉപ്പാ എന്റെ പൊന്നുമക്കൾ വിഷമ കരയുകയാണ് ഉപ്പാ, വിഷപ്പുകൊണ്ട് കരയുകയാണ് ഉപ്പാ. ഒന്ന് ചിന്തിക്കേ, അള്ളാന്റെ വീടിന്റെ പൊന്നുകൊണ്ടാ വിഷപ്പുകൊണ്ട്, ആ പൊന്നുകളുടെ മക്കളുടെ വിഷപ്പുകൊണ്ട് കരയുകയാ. അതേ സയ്യിദത്തുൽ നിസാഇ ജന്ന, സ്വർഗ്ഗത്തിലെ ഹൂറുകളുടെ രാജ്ഞിയായ മഹതിയായ ഫാത്തിമത്തുൽ സഹ്റയുടെ വീട്ടിലെ പട്ടിണിയല്ലയോ റസൂലുള്ള ചോദിച്ച ഫാത്തിമ, എന്റെ മക്കൾക്ക് പാല് കൊടുത്തുകൂടെ ഫാത്തിമ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉപ്പായെ തെറ്റിപ്പിടിച്ചുകൊണ്ട് ഫാത്തിമത്തുൽ സഹ്റയോട് പറയുന്നു, ഉപ്പാ ഇല്ല ഉപ്പാ, ഉപ്പാന്റെ പൊന്നുപോലെ മക്കളെ ജനിച്ചിട്ട് ദിവസങ്ങളായി ഉപ്പാ, ഈ ശരീരത്തിലൊരു തുള്ളി പാല് പോലുമില്ല ഉപ്പാ, പിന്നെ ഞാൻ എന്റെ മക്കളുടെ വിശപ്പങ്ങനെ മാറ്റാനാ? അതേ ആരാ സഹോദരങ്ങള്, ആരാ വിശന്ന് കരയുന്നത്? സ്വർഗത്തിലെ യുവാക്കളുടെ രാജകുമാരന്മാരായി രക്ഷയുണ്ടെന്ന ആരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ആ കുഞ്ഞുമക്കൾ വിശപ്പുകൊണ്ട് കരയുകയാ. പ്രിയപ്പെട്ട മദീനയുടെ രാജകുമാരൻ വീട്ടിനുള്ളിലേക്ക് പോയിട്ട് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട മക്കളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാ. എന്നിട്ടും മസ്ജിദിന്റെ മുറ്റത്ത് വെച്ചവരെ കളിപ്പിക്കുകയാ, അവരോട് തമാശ പറയുകയാ, അവരോട് പത്തടിക്കുകയാ, മസ്ജിദിന്റെ മുറ്റത്ത് ഓടി നടക്കുകയാ. എന്തിനെന്നറിയോ? അപ്പോഴൊക്കെ എന്റെ മക്കളുടെ വിശപ്പൊന്ന് മറന്നുപോയിരുന്നെങ്കിലോ, അവരുടെ വയറിൻ്റെതായ ആ കായലവരൊന്ന് മറന്നുപോയിരുന്നെങ്കിലോ? എന്റെ സഹോദരങ്ങളെ അറിയോ, ഈ സമയത്ത് മസ്ജിദിന്റെ പിന്നിൽ 100 കണക്കിന് ഈത്തപ്പഴം നിറച്ച ചാക്കുകളുണ്ടായിരുന്നു, 100 കണക്കിന് ഗോതമ്പ് നിറച്ച ചാക്കുകളുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് അതൊക്കെ മദീനത്തെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാ. നബിയുടെ പേരുകൊണ്ട് കിലോമീറ്ററുകളോളം ലയിപ്പിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത അടക്കവാരങ്ങൾക്ക് വേണ്ടിയിട്ട്, ആവശ്യമില്ലാത്ത ചെലവുകൾക്ക് വേണ്ടിയിട്ട് 10,000 രൂപ ചെലവഴിക്കുന്ന മുസ്ലിം അള്ളാന്റെ ഹബീബ് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണം എടുക്കാൻ താല്പര്യപ്പെട്ടവരാ. ആരായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മസ്ജിദിന്റെ പിന്നിലൂടെ ഇഴഞ്ഞു നടക്കുമ്പോ ഈ തപ്പടം നടത്ത കാട്ടിൽ നിന്നൊരു ഈ തപ്പടം താഴവീട് കിടക്കുകയാ. വിശപ്പ് കൊണ്ട് പൊന്നുപോലെ അവരുടെ ഇങ്ങനെ വായിലേക്ക് വിടയാ. ഇത് കണ്ടുകൊണ്ട് ഓടി വരുന്നു നബി മുഹമ്മദ് മുസ്തഫ അതേമായ റസൂലോട് വന്ന് വായിലെ ചീത്തപ്പഴം ചവയ്ക്കുന്ന പൊന്നുകൊണ്ട് വായിക്കുള്ളിലേക്ക് ജലം പ്രവേശിപ്പിച്ച് ആ ഈത്തപ്പഴം തോണ്ടിയെടുത്ത് പുറത്തേക്ക് വിടയാ. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ജീവിച്ചു കഴിഞ്ഞ പൊന്നുമോ ആ ഈത്തപ്പഴം പോർന്ന് കഴിഞ്ഞ് പൊട്ടിക്കറിയുമ്പോ തന്റെ പൊന്നുമോനെ വാളോടത്ത് പിടിച്ചുകൊണ്ട് ഹബീബായ മുത്ത പറഞ്ഞു, മോനെ ഹസനെ, ഇല്ല മക്കളെ, അത് നമുക്ക് തിന്നാൻ പാടില്ല മക്കളെ, അത് നമുക്ക് തിന്നാൻ പാടില്ല മക്കളെ, അത് മദീനത്തെ പട്ടിയെ പാവങ്ങൾക്കുള്ളതാ മക്കളെ, അത് പാവങ്ങൾക്കുള്ളതാ മക്കളെ. ഒന്ന് ചിന്തിക്കണേ, റസൂലുള്ളാഹിന്റെ കുടുംബം പട്ടിണിയിലാ, റസൂലുള്ളാഹിന്റെ പേരമക്കളുടെ പട്ടിണിയിലാ. ഒരു ദിവസം മസ്ജിദിന്റെ പള്ളിയുടെ മുന്നിൽ ഹബീബായ റസൂലെ ഹസനും ഹുസൈനുമായി നിൽക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണുകയാ. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ മസ്ജിദിന്റെ പള്ളിയുടെ മുറ്റത്ത് തങ്ങളോടൊപ്പം മണൽ വാരി കളിക്കുന്നവർ, തങ്ങളോടൊപ്പം ഓടിച്ചാടി കളിക്കുന്നവർ, തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒട്ടകങ്ങളുടെ പുറത്ത് നിന്നുകൊണ്ട് അവരുടെ പിതാക്കന്മാരോടൊപ്പം സന്തോഷിക്കുകയാണല്ലോ. പ്രിയപ്പെട്ട മക്കളാ, മദീനയുടെ മരുമകൾ ആ ഒരു വിഷമത്തോടുകൂടി നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുകയാ. ആ മക്കളെ വന്ന് പിടിച്ചിട്ട് ഹബീബായ മുത്തു പറഞ്ഞ് ചോദിച്ചു, മക്കളെ, ഒട്ടകമില്ലാത്തതിന്റെ വിഷമമുണ്ടോ മക്കള്? നിങ്ങൾ ഒട്ടകമില്ലാത്തതിന്റെ വിഷമമുണ്ടോ മക്കള്? കുഞ്ഞു മക്കളെ അതേ ഉപ്പായും അർത്ഥത്തിന് തലയാട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂല് മസ്ജിദിന്റെ മുറ്റത്ത് പെട്ടെന്ന് മുത്തുകൊത്തി കൈകൾ കൊത്തിയിട്ട് നിൽക്കുകയാ. എന്നിട്ട് പറയുന്നു, മക്കള്, എന്റെ പുറത്ത് നിങ്ങൾ കയറിയിരിക്കും
മക്കള്, എന്റെ പുറത്ത് നിങ്ങൾ കയറിയിരിക്കും മക്കള്. പ്രിയപ്പെട്ട മക്കള്, സന്തോഷത്തോടെ മുതലത്ത് കയറിയിരിക്കുമ്പോ ഓരോത്തകം നടക്കുന്നത് പോലെ മദീനത്തെ തെരുവോരങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടക്കുകയാ. എന്റെ സഹോദരങ്ങളെ, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത് പ്രവാചകന്റെ കുടുംബം അനുഭവിച്ച പട്ടിണിയിലാണ്, അവരനുഭവിച്ച ത്യാഗങ്ങളിലാണ്. പക്ഷേ ഒന്ന് ചിന്തിക്കണേ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്നെയും നിങ്ങളെയും മരണത്തിൽ സ്നേഹിച്ചില്ലേ? അപ്പോഴും റസൂലൊന്നും നമ്മളെ പറ്റിയല്ലേ ചിന്തിച്ച് കരഞ്ഞു പോയത്? ഒരു ദിവസം പാതിരാത്രി നിശബ്ദതയിലെഴുന്നേറ്റ് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹബീബായി ഇങ്ങനെ കൈയ്യത്തി ദുആ ചെയ്യുന്ന അല്ലാഹുവേ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ ആഴത്തോട് പ്രവാചകനിങ്ങനെ കണ്ണീരൊഴുക്കി വിരുമ്പിക്കറിയുമ്പോ പെട്ടെന്ന് പടച്ച് തമ്പുരാൻ ജിബ്രീലിനെ വിളിക്കുകയാ. അല്ലയോ ജിബ്രീലേ, ഇദ്ഹബ് മുഹമ്മദ്, എന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് പോകൂ ജിബ്രീൽ. ഓരപ്പുണ്ടാകണമോ, അല്ലാഹുവിനറിയാം എന്തിനാ പ്രവാചകനെ കരയുന്നതെന്ന്. എങ്കിലും ആശ്വാസത്തിന്റെ ഇടം തിന്നലായി ജിബ്രീലിനെ പറഞ്ഞു വിടുന്നു. ജിബ്രീൽ, ഇദ്ഹബ് മുഹമ്മദ്, എന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് പോയി ചോദിച്ചു ജിബ്രീൽ, എന്റെ പ്രവാചകൻ കരയുന്നതെന്തിനാ? എന്റെ പ്രവാചകനെ വിഷമിപ്പിക്കാനുള്ള കാരണമെന്തെന്ന് ആ പ്രവാചകന്റെ സമക്ഷത്തിൽ പോയി ചോദിച്ചു ജിബ്രീൽ. മഹാരാജ ജിബ്രീലിനെ അല്ലാഹു പറഞ്ഞയക്കുകയാ. മഹാരാജ ജിബ്രീൽ വരികയാണ് ഇലാ ഹദറത്ത് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുന്നിലേക്ക് വന്ന് ചോദിക്കുന്നു, ഹബീബേ, അല്ലാഹു തന്നെ പറഞ്ഞു വിട്ടതാ നബിയേ, അല്ലാഹു തന്നെ പറഞ്ഞു വിട്ടതാ. താങ്കളെ തടയുന്നതെന്തിനെന്ന് ചോദിക്കാൻ, താങ്കളെ വിഷമിക്കുന്നതെന്തിനെന്ന് ചോദിക്കാൻ. പ്രിയപ്പെട്ട ഹബീബേ, ഈ രാത്രിയുടെ നിശബ്ദതയിൽ എന്ത് ആവശ്യം ചോദിച്ചാലും വന്ന തരും നബിയേ, എന്ത് വേണമെങ്കിലും ഒന്ന് തരാൻ തയ്യാറാണ് നബിയേ. അതുകൊണ്ട് എന്ത് വിഷമമുണ്ടെങ്കിലും പറയുക നബിയേ, എന്ത് വിഷമമുണ്ടെങ്കിലും പറയുക നബിയേ. ഒന്ന് ചിന്തിക്കണേ, ആ പറയട്ടെ അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവേ എന്റെ ആയിഷ പട്ടിണിയിലാ, അല്ലാഹുവേ എന്റെ ഫാത്തിമ പട്ടിണിയിലാ, അല്ലാഹുവേ എന്റെ ഹസൻ ഹുസൈനും പട്ടിണിയിലാ, എന്റെ മദീനത്തെ പാവപ്പെട്ടവരെ പട്ടിണിയിലാ. അതുകൊണ്ട് അല്ലാഹുവേ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ്സമാ തഖൂലു ലനാ ഇന്നൽ യൗമിനാ വആഖിരിനാ വആയതൻ മിൻകാ. അതുകൊണ്ട് പടച്ചവനെ, മുൻകാലങ്ങളായ പ്രവാചകന്മാർക്ക് ആകാശപ്പെടുന്ന ഭക്ഷണത്തിൽ കയറത്തി കൊടുത്ത പോലെ എനിക്ക് വെല്ലരിയാളുടെയും പട്ടിണി മാറ്റാൻ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഒരു ഭക്ഷണത്തിലും നീയന്തമൊക്കെ തരുമോ? അല്ലാഹുവിന്റെ റസൂലൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു ഇറങ്ങി കൊടുക്കുമായിരുന്നല്ലോ. പക്ഷേ ആയിഷാന്റെ പട്ടിണി റസൂൽ പറഞ്ഞില്ല, ഫാത്തിമാന്റെ പട്ടിണി റസൂൽ പറഞ്ഞില്ല, ഹസന്റെയും ഹുസൈന്റെയും പട്ടിണി റസൂൽ പറഞ്ഞില്ല, തന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് റസൂലൊന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നെന്ന് ചോദിച്ചാലും ഉടനടി അത് നൽകപ്പെടും. പ്രവാചകരെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ജിബ്രീലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു കാര്യം, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി. അല്ലാഹുവേ എന്റെ സമുദായം, അല്ലാഹുവേ എന്റെ സമുദായം, അല്ലാഹുവേ എന്റെ സമുദായം. എനിക്ക് ശേഷം അവരെ പരിശോധിക്കുന്നവരാകോ, എനിക്ക് ശേഷം അവരെ കണ്ടുപിടിക്കുന്നവരാകോ, എനിക്ക് ശേഷം അവരെ വിചരിക്കുന്നവരാകുമോ, എനിക്ക് ശേഷം അവരെ ഹറാമ് ചെയ്യുന്നവരാകുമോ? ഇങ്ങനെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ഉമ്മത്തിനെകൊണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ പൊട്ടിക്കരഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പട്ടിണി പറഞ്ഞില്ല, കുടുംബത്തിന്റെ പ്രശ്നം പറഞ്ഞില്ല, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ആയിഷ വിളക്ക് പോലും തുറന്നു നോക്കി പുറത്തോടെ പറഞ്ഞില്ല. എന്റെ ഹസന്റെ വായിലേക്ക് എവിടോ കിടന്ന് ഈത്തപ്പഴം സക്കാത്തിന്റെ മുതലെടുത്തവൻ വായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. റസൂലുള്ളാഹി പറയാൻ ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നിസ്കാരത്തിന് പോകാൻ തയ്യാറാകാതെ കളിക്കൂട്ടുകാരോടൊപ്പം കലിങ്ങുകളിലും കടത്തണ്ണകളിലും
കളിക്കളങ്ങളിലും കളിതമാശ പറഞ്ഞുകൊണ്ട് കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാര ആ റസൂലുള്ളാഹിന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്തതല്ലേ? പർദ്ദയില്ലാതെ അന്യ പുരുഷന്റെ മുമ്പിലൂടെ അലഞ്ഞു തിരിയുന്ന പെങ്ങളെ ആ സ്നേഹം നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തതല്ലേ? പലിശ തിന്നുന്ന, കള്ളുകുടിക്കുന്ന, മോശത്തരങ്ങൾ ചെയ്യുന്ന, അഭിഹിത ബന്ധം പുലർത്തുന്ന സഹോദരങ്ങളെ എന്തുകൊണ്ട് ഹബീബിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നില്ല? നമ്മൾ അറിയണം, അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ സ്നേഹിച്ചു, സമുദായത്തെ ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കി. എന്റെ സമുദായം കഷ്ടപ്പെടരുത്, എന്റെ സമുദായം ബുദ്ധിമുട്ടരുത്, എന്റെ സമുദായം വിഷമിക്കരുത്, എന്റെ സമുദായത്തിന്റെ ഐക്യം നഷ്ടപ്പെടരുത്. പ്രവാചകൻ ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കി. റസൂലുള്ളാഹിന്റെ സന്തോഷം അതിലായിരുന്നില്ലേ? നമുക്കറിയോ, ഹബീബായ റസൂൽ വഫാത്താകുന്ന ദിവസം രോഗിയായിട്ട് പലപ്പോഴും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ പോലും പറ്റിയിട്ടില്ല. ബോധം കെട്ട് അല്ലാഹുവിന്റെ ഹബീബ് വീണു പോകുമായിരുന്നു. പക്ഷേ മരണപ്പെടുന്ന ദിവസം രാവിലെ മസ്ജിദിന്റെ നടുവിൽ സുബഹി നിസ്കാരം നടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് വീട്ടിന്റെ ജനാല തുറന്നിങ്ങനെ പള്ളിയിലേക്ക് നോക്കി. അബൂബക്കറിന്റെ പിന്നാലെ നിരന്ന് നിസ്കരിക്കുക എന്റെ സഹാബാക്കൾ. 23 വർഷത്തെ എന്റെ പരിശ്രമം, 23 വർഷത്തെ എന്റെ പരിശ്രമം പാഴായില്ല പ്രവർത്തനം. നിസാര വിഷയത്തിന്റെ പേരിൽ തമ്മിലടിച്ച് കലാപങ്ങൾ നടത്തി, അക്രമങ്ങൾ നടത്തി, കൊലപ്പെടുത്തി നടത്തിയ സമൂഹം ഇന്നിതാ തോളോട് തോൾ ചേർന്നുകൊണ്ട് സാഹോദര്യത്തിന്റെ മകളോദാഹരണമായി അവർ നിൽക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. സഹാബാക്കൾ പറയാ, ആ സമയത്തെ ചിരി കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ രോഗം മാറിപ്പോയെന്ന് പോലും ഞങ്ങൾ കരുതി. അത്ര സന്തോഷം. ഇന്ന് ആ അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷം ഉണ്ടാവും. ഇന്ന് റൗളയിൽ കിടക്കുന്ന ഹബീബായ പ്രവാചകന് ഉമ്മത്തിന്റെ അവസ്ഥ കണ്ടിട്ട് സന്തോഷം ഉണ്ടാവോ? സംഘടനയുടെ പേര് പറഞ്ഞ്, പാർട്ടിയുടെ പേര് പറഞ്ഞ്, മേധാവിന്റെ പേര് പറഞ്ഞ് തമ്മിൽ കടിച്ചിരിക്കാനും പള്ളിക്കുള്ളിൽ പോലെ വഴി നടത്താനും അക്രമം നടത്താനും ദുർഹാനുഷ്ഠാനങ്ങൾ പോലും തടസ്സപ്പെടുത്താനും പള്ളിയും ദുർഹാനും പോലും കത്തിച്ചോറും ഈ സമുദായത്തിന്റെ തീരാക്രമമായി തീർന്ന സംഘടന ബന്ധിച്ചതെങ്കിൽ എവിടെ കൈകെട്ടുന്നവനായിക്കോട്ടെ, തൊപ്പിയിടുന്നവനാകട്ടെ, ഇടാത്തവനാകട്ടെ, ചെയ്യുന്നവനാകട്ടെ, ചെയ്യാത്തവനാകട്ടെ, ഓരോരുത്തർക്കും അവർക്ക് ആദർശങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. എന്തിന്? ഒരേ ആശയം, ഒരേ ആദർശമുള്ളവർ പോലും ഇന്ന് ഗ്രൂപ്പിന്റെ പേരിൽ തമ്മിൽ കല്ലിൽ കൂടുക. അള്ളാന്റെ പ്രവാചകർക്ക് സന്തോഷാവോ? മതത്തിന്റെ പേരിൽ സമൂഹം തല്ലുമ്പോൾ ഇന്ന് സമുദായത്തിന്റെ അവസ്ഥ എന്തെത്തി? ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എവിടെയെത്തി? എന്റെ സഹോദരങ്ങളെ, ഇന്ന് കുഞ്ഞാലി മലക്കാരുടെ സ്മാരകം കാണാൻ പോയപ്പോ അവിടെ നിന്നപ്പോ അവിടുത്തെ ചരിത്രങ്ങൾ കേട്ടപ്പോൾ എന്റെ മനസ്സിന് വേദനയുണ്ടായി. കുഞ്ഞാലി മലക്കാരെ ഒറ്റുകൊടുക്കാൻ സാമൂതിരി തീരുമാനമെടുത്തപ്പോ, സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കുഞ്ഞാലി മലക്കാരെ ഒറ്റുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അന്ന് സാമൂതിരിയുടെ തീരുമാനത്തിനെതിരെ ചങ്കൂറ്റത്തോടുകൂടി മുന്നിട്ട് വന്നു നിന്നത്, കുഞ്ഞാലി ഒറ്റുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞത് സാമൂതിരിയോടൊപ്പമുണ്ടായിരുന്ന നായന്മാരായ പടക്കാർ, നായപ്പട ഹിന്ദുക്കളായവർ. അവർ പറഞ്ഞില്ല, കുഞ്ഞാലി ഒറ്റുകൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നമ്മൾ ചിന്തിക്കും, സാമൂതിരിയെയും കുഞ്ഞാലിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളക്കടകൾ വരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തെ കള്ളക്കടകൾ വർഗീയതയ്ക്ക് വേണ്ടി, അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വൈരാഗ്യം ഉണ്ടാക്കുവാനും അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും കൊലപാതകങ്ങൾ ഉണ്ടാക്കുവാനും അതേ ഇല്ലാ കഥകൾ കടന്നുണ്ടാക്കുന്നു, നിസാര വിഷയങ്ങൾ പുറത്തുണ്ടാക്കുന്നു. അതിന്റെ പേരിൽ അയൽവാസികളായി താമസിക്കുന്ന ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും മനസ്സിൽ എന്തൊക്കെയോ ശത്രുത കടന്നുകൊള്ളുകയാണ്. നമ്മൾ ചിന്തിക്കുക, പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, അള്ളാന്റെ റസൂലിന് കണ്ടാൽ സന്തോഷം ഉണ്ടാവും, ഹബീബിന് കണ്ടാൽ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട, ഈ ഉമ്മത്തെ നമ്മൾ സ്നേഹിക്കണം, ഉമ്മത്തിനോട് സ്നേഹം ഉണ്ടാക്കണം. ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമാകണം. ഇന്ന് നമുക്കങ്ങനെയില്ല, നമുക്കങ്ങനെ ഇന്ന് താല്പര്യങ്ങളില്ല. ഒരു ദിവസം മസ്ജിദുൻ നബവിയിലും മദീനത്തെ പള്ളിയിലും നിസ്കാരം നടക്കുക. അങ്ങനെ നിസ്കാരം നടക്കുമ്പോൾ നിസ്കാരത്തിന്റെ ഇടയിൽ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന്റെ ഇടയിൽ രണ്ട് കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ നജ്ജിൽ വലീദ ബന വലീദ്, അല്ലാഹുമ്മ നജ്ജി അയ്യാശ ബന റബീഅ, അല്ലാഹുമ്മ നജ്ജി സലമത ബിൻ ഹിസാബ്. അല്ലാഹുവേ, സത്യത്തിന്റെ വക്താക്കളായി തീർന്നതിന്റെ പേരിൽ മക്കയിലെ വർഗീയവാദികളായ കുഫാറുകൾ ഒരുക്കി വെച്ചിരിക്കുന്ന ജയിലറകളിൽ പെട്ടുപോയ നിരപരാധികളായ വലീദിനെ മോചിപ്പിക്കണയല്ല, സലമത്തിൽ ഹിസാബിനെ മോചിപ്പിക്കണയല്ല, അയ്യാശിനെ റബീഅയെ മോചിപ്പിക്കണയല്ല. ജയിലറകളിൽ കിടക്കുന്ന പാവങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് മസ്ജിദിന്റെ നബവിയിലെ മിഹ്റാബിൽ നിന്ന് കണ്ണീരൊഴുക്കിയെങ്കിൽ ഈ കണ്ണീരിന്റെ ബലം നമ്മൾ
അറിഞ്ഞോ? ഈ രാജ്യത്തിന്റെ നിരപരാധികളായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാര്, 10,000-കണക്കിന് ചെറുപ്പക്കാര് ചെയ്ത കുറ്റം എന്തെന്ന് പോലും തെളിയിക്കപ്പെടാതെ വെറും വിചാരണ തടവുകാരായി കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കാരാഗൃഹത്തിന്റെ ഇരുമ്പഴികൾക്കുള്ളിൽ കഷ്ടപ്പെടുമ്പോ അവിടെ പാർട്ടിയുടെ പേര് പറഞ്ഞ് കൊഞ്ഞരം കുത്താനല്ല വേണ്ടത്, അവിടെ സംഘടനയുടെ പേര് പറഞ്ഞു കൊണ്ടുകൊണ്ട് കൈയടിച്ച് പൊട്ടിച്ചിരിക്കാനല്ല വേണ്ടത്. എന്റെ പ്രവാചകൻ അങ്ങനെയുള്ളവരെ ഓർത്ത് കരഞ്ഞുവെങ്കിൽ ആ കണ്ണുനീരിന്റെ വില നമ്മൾ അറിയണം, ആ കണ്ണുനീരിന്റെ മഹത്വം നമ്മൾ അറിയണം. അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷ വിശ്വാസ സമൂഹത്തെ രക്ഷപ്പെടുത്തലേ പരസ്പരേ എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടിക്കലയുമായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ നാനാഭാഗങ്ങൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ സമുദായം പീഡിപ്പിക്കപ്പെടുമ്പോ അതെ സ്വസ്ഥമായ അമ്മ ഹലാലാക്കിയ ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ വർഗീയ വിഷം തുപ്പുന്ന കലാപരാധികൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതെവിടെയോ അല്ലേ? അതല്ല, അങ്ങനെയല്ല. അത് ഈ ഉമ്മത്തിന്റെ വിഷമമാണ്, എന്റെ പ്രവാചകന്റെ ഉമ്മത്താണ് എന്ന് കരുതാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാം സ്നേഹിക്കേണ്ടത് നമ്മെ സ്നേഹിച്ച നായകനെയാണ്, സിനിമാ നായകന്മാരെയല്ല, ക്രിക്കറ്റ് നായകന്മാരെയല്ല, രാഷ്ട്രീയ നായകന്മാരെയല്ല. നമ്മെ സ്നേഹിച്ച, നമ്മെ നന്നാക്കി മാറ്റിയ, നമ്മെ സത്യത്തിന്റെ പാതയിലേക്ക് കടത്തിയ, നമ്മളെ സ്വർഗത്തിലേക്ക് കടത്താൻ ആഗ്രഹിച്ച, അതിനുവേണ്ടി പരിശ്രമിച്ച, അതിനുവേണ്ടി കഷ്ടപ്പെട്ട മഹാനായ മുത്തോളി മുഹമ്മദ് മുസ്തഫ അതേപോലെ ഈ പ്രവാചകൻ എന്തിനാണെന്നെങ്കിൽ ഏത് നാഥനെയാണ് ഈ പ്രവാചകർ പരിചയപ്പെടുത്തിയത്? ഒന്ന് പഠിക്കും. അതാരാ? ആ അള്ളാഹു, ആ നാഥൻ, ആ പരബ്രഹ്മം, ആ സർവ സംരക്ഷകനായ ദൈവം തമ്പുരാൻ ആരാണ് എന്ന് പഠിക്കും, അറിവിൽ ഇസ്ലാമിലേക്ക് അടുക്കാൻ ശ്രമിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് ഇതുപോലെയുള്ള സദസ്സുകൾ കാരണമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള സദസ്സുകൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കേരളക്കരയിലെ അനുഗ്രഹീതരായ നോട്ടീസ് ഒരുപാട് വിവിധ പ്രഭാഷകന്മാർ ഇവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാന്യനായ ഉഴുവൂർ അബ്ദുസ്സലാം ബാക്കവി കുടുംബ ജീവിതം ഇസ്ലാമിൽ എന്ന വളരെ അങ്ങേയറ്റം അറിയേണ്ട ഒരു വിഷയത്തെപ്പറ്റി ചർച്ചയായ പ്രവാചകരെ പറയാൻ ഒരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ എളിയ പ്രവർത്തകർ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ദുആ ഈ വിനീതിന് വേണ്ടിയും എന്റെ കുടുംബക്കാർ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർക്ക് വേണ്ടിയും എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യും. വിനീതൻ ചെയ്യുന്ന ഖിദ്മത്തുകളിൽ, പ്രവർത്തനങ്ങളിൽ ബറക്കത്ത് കിട്ടുവാനും, ഒരു ചെറിയ സ്ഥാപനം നടക്കുന്നുണ്ട് അതിൽ ബറക്കത്ത് കിട്ടുവാനും, എന്റെ പ്രഭാഷണങ്ങളിലൂടെ പറയുന്ന എനിക്കും കേൾക്കുന്നവർക്കുമൊക്കെ വലിയ മാറ്റം ഉണ്ടാകുവാനും, ലോകത്ത് സന്മാർഗത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശം പകരാനും വേണ്ടിയിട്ട് ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം.